Hello, good afternoon. So, എല്ലാവരെയും കൂട്ടിയിട്ടൊന്ന് വേഗം വരിക. നമുക്ക് മോർണിംഗ് സെഷനിൽ കഴിഞ്ഞതിൻ്റെ ബാക്കി നമുക്ക് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആക്കണം. സോ ഒരു 3 chapters. Work energy power and പിന്നെ after that thermodynamics. No, first we are going to take thermodynamics, after that work energy power, then mechanical properties of solids. Okay. Okay, good afternoon. +2 ഫിസിക്സ് മടുത്തു, അതുകൊണ്ട് +1 എത്തി. വൈ? +2 ഫിസിക്സ് ഇങ്ങനെ മടുക്കാൻ കാരണം എന്താ? അതുകൊണ്ട് +1 കയറി നോക്കാന്നാ ആണോ? ഹേ 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 മിന്നു, ഓക്കെ. അഖിലായം. സോ നമുക്ക് തുടങ്ങിയാലോ? ഇനി ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? എക്സാം ഫുള്ള് കിട്ടി, ഇനിയൊന്നും വേണ്ടാന്നോ? പറയുന്നത് പ്രോപ്പറായിട്ട് പറ, മനസ്സിലാവുന്നില്ല. എക്സാം ഫുള്ള് കിട്ടി, ഇനിയൊന്നും വേണ്ട, എന്താ നിർത്തി പോവാണോ? ഓക്കെ, സോ നമുക്ക് തുടങ്ങിയാലോ? ഇനി ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ചാപ്റ്റർ 12 തെർമോഡൈനാമിക്സ്. വലിയ ചാപ്റ്റർ ഒന്നുമല്ല, കുറേ വെയിറ്റേജും ഉള്ള ചാപ്റ്റർ ഒന്നുമല്ല, ബട്ട് വി ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ഈസിലി. സോ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ എം ഗോണ ആസ്ക്, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ മുന്നേ, ഒരു തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ എ തെർമൽ ഇക്വിലിബ്രിയം? എന്താ ഒരു തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? ഒന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. വാട്ട് യു മീൻ ബൈ എ തെർമൽ ഇക്വിലിബ്രിയം? മിസ്റ്റർ ഹേ ഹേ ഹേ, കീം ഒന്നും എന്നെ കൊണ്ട് വയ്യ, അതുകൊണ്ട് ഞാൻ നിർത്തി. കീം പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് കീം അല്ലാതെ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? യു ക്യാൻ ചൂസ് ദാറ്റ്, റൈറ്റ്? ഹീറ്റ് ഡസ് നോട്ട് ലീവ്, അതാണോ നോർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? അതാണോ ഹീറ്റ് ഡസ് നോട്ട് ലീവ്? നോ, ഡസ് നോട്ട് ലീവ് എന്നല്ല. രണ്ട് സ്റ്റേറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് രണ്ട് ബോഡീസ് തമ്മിൽ നമ്മൾ കോണ്ടാക്റ്റിൽ വെച്ചാൽ, ഇഫ് ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം, ഒന്നിൽ കൂടുതലും ഒന്നിൽ കുറവായിരിക്കില്ല. ഇറ്റ് വിൽ ബി ഇൻ സെയിം, ലൈക്ക് ബോത്ത് ഹീറ്റ് ഇൻ ബോത്ത് സിസ്റ്റം ആർ ഈക്വൽ. ഓക്കെ, സോ ഏതിലാണോ കൂടുതലുള്ളത് അതിൽ നിന്ന് എന്ത് ചെയ്യും? അത് ഫ്ലോ ചെയ്യും. ഹീറ്റ് കുറവുള്ളതിലേക്ക് ഫ്ലോ ചെയ്യും. നമുക്കറിയാം നേച്ചറിലെ എല്ലാ സാധനങ്ങളും പൊട്ടൻഷ്യൽ കൂടുതലുള്ളതിൽ നിന്ന് കുറവിലേക്കാണ് ഫ്ലോ ചെയ്യുക, അല്ലേ? സെയിം വേ ഇതും എന്ത് ചെയ്യും? ഏതിലാണോ ഹീറ്റ് കൂടുതലുള്ളത് അതിൽ നിന്ന് കുറവുള്ളതിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് തെർമൽ ഇക്വിലിബ്രിയം. ക്ലിയർ? നൗ സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്? ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ്? the amount of ഒരു മിനിറ്റ്, the amount of heat added to the system is used for what? എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ആ സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും പിന്നെ അതിൻ്റെ വർക്ക് ഡണ്ണിന് വേണ്ടിയിട്ടും. ഓക്കെ, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദാറ്റ് സിസ്റ്റം ആൻഡ് ഫോർ ദ വർക്ക് ഡൺ. ഓക്കെ, സോ increase the internal energy and to do work. Okay, so എന്തായിരിക്കും നമ്മളുടെ ഇക്വേഷൻ? the amount of heat added എന്ന് പറഞ്ഞു. so dq is equal to du plus dw.
dw എന്താണ്, which is work done. du എന്ന് പറയുന്നത് internal energy. Heat is supplied is used in you and to do work. Nikhil, yeah, that's good. Okay. So മനസ്സിലായല്ലോ, first law of thermodynamics, the amount of heat added to the system is used for increasing the internal energy and to do the work. dq is equal to du plus dw. Okay, now the next. Okay, it is here. Okay, the heat supplied to the system is partly used to increase the internal energy of the system and rest is used to do the environmental work. Okay, clear? So the next, two systems in thermal equilibrium with a third system are in thermal equilibrium with each other. Identify the law given by above statement. Which is the law? എന്താ പറഞ്ഞിരിക്കുന്നത്, രണ്ട് സിസ്റ്റം ഓൾറെഡി ഇൻ ഇക്വിലിബ്രിയത്തിലാണ്, ആ രണ്ട് സിസ്റ്റം വേറെ ഒന്നുമായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോൾ അതും ഇക്വിലിബ്രിയത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്? വാട്ട് യു മീൻ ബൈ ദിസ് സ്റ്റേറ്റ്മെന്റ്? യെസ്, മിന്നു ചിന്നു, സീറോത്ത് ലോ. വെരി ഗുഡ്, ദിസ് ഈസ് ദ സീറോത്ത് ലോ. സീറോത്ത് ലോ. സോ എന്താ സീറോത്ത് ലോ ഉദ്ദേശിക്കുന്നത്? സോ ഇവിടെ ഒരു എ എന്ന് പറയുന്ന ബോഡി, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ഇവിടെ ഒരു ബി എന്ന് പറയുന്ന ബോഡി. സോ ഈ രണ്ട് ബോഡി ഓൾറെഡി ഇൻ കോണ്ടാക്റ്റിലാണ്. സോ നെക്സ്റ്റ് ഒരു സി എന്ന് പറയുന്ന ബോഡിയും കൂടി ഒന്ന് വിചാരിക്കാം. സോ എന്താ പറയുന്നത്, ഇതും എന്തായിരിക്കും, പരസ്പരം കോണ്ടാക്റ്റിലായിരിക്കും. ആൻഡ് എ ബി ഈസ് ഈക്വൽ ടു ബി എ, അതേപോലെ തന്നെ എ സി ഈസ് ഈക്വൽ ടു സി എ, ബി സി ഈസ് ഈക്വൽ ടു സി ബി. അതായത് എല്ലാം പരസ്പരം കോണ്ടാക്റ്റിലായിരിക്കും, വിച്ച് ഇസ് ഇൻ thermal equilibrium. That is mean by zeroth law. Okay, next question എന്ന് പറയുന്നത്, derive the relation Cp minus Cv which is equal to R where Cp and Cv are molar specific heat. Cp and Cv are molar specific heat. ഓർക്കുക, Cp and Cv are molar specific heat capacities of an ideal gas at constant pressure and volume respectively, and R is the universal constant. Okay, അപ്പോൾ Cp minus Cv is equal to R. Cp minus Cv is equal to R. ഈ ഇക്വേഷന് പറയുന്ന പേരെന്താ? Cp minus Cv which is equal to R. ഈ ഇക്വേഷന് പറയുന്ന പേരെന്താ? എന്താ? Yes, Mayer's equation. Yes, good. ചിലപ്പോൾ കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരെ ഇങ്ങനെ ആയിരിക്കില്ല, വാട്ട് ഈസ് ഡിറൈവ്ഡ് മേയേഴ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും. സോ നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഏത് ലോ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ലോ യൂസ് ചെയ്യാൻ പോകും. ഓക്കെ, യൂസിങ് ഫസ്റ്റ് ലോ വെറുതെ കണ്ടിരിക്കരുത്, ഒരു പേപ്പറും പെന്നും എടുത്ത് നിങ്ങൾ ഇതിൻ്റെ കൂടെ എഴുതി നോക്കുക കേട്ടോ. യൂസിങ് ഫസ്റ്റ് ലോ എന്തായിരുന്നു? ഡി ക്യു വിച്ച് ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു അല്ലേ? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിച്ച് ഇസ് ദാറ്റ് പി ഡെൽറ്റ വി, പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം, അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഡി ക്യു ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, നൗ നമ്മളുടെ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചപ്പം സി ഈസ് ഈക്വൽ ടു, അതിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു അല്ലേ? എന്തായിരുന്നു ആ ഇക്വേഷൻ? സി ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഓർ ഡി ക്യൂ ബൈ ഡി ടി. സോ ഡി ക്യൂ ബൈ ഡി ടി എന്ന് പഠിച്ചു. സോ ഡി ക്യൂ ഇസ് ഈക്വൽ ടു വാട്ട്? ഡി ക്യൂ ഇസ് ഈക്വൽ ടു സി എൻ ഡി ടി അല്ലേ? സി എൻ ഡി ടി, ഇത് ഓർത്ത് വയ്ക്കുക, സി എൻ ഡി ടി. ഡി ക്യൂ ഇസ് ഈക്വൽ ടു സി എൻ ഡി ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, so here now we are going to substitute dq ന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? c and dt. so c, okay, let's see, c and dt which is equal to du plus p delta v, which is equal to du plus p delta v. okay, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? സീനെ അവിടെ വെക്കുന്നു. ഓക്കെ, സി ഇസ് ഈക്വൽ ടു, ഓർ ഇവിടെ നമ്മൾ ഡെൽറ്റ വി യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ഡെൽറ്റ ടി യൂസ് ചെയ്യാം കേട്ടോ. സോ സി ഇസ് ഈക്വൽ ടു ഡി യു ബൈ എൻ ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ബൈ എൻ ഡെൽറ്റ ടി. അതായത് രണ്ട് സൈഡിലും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, രണ്ട് സൈഡിലും അല്ല, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, എൻ ഡെൽറ്റ ടീനെ കൊണ്ടുവരുന്നു, ഡിവൈഡ് ചെയ്യുന്നു.
സോ ഇനി നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻ ടേംസ് ഓഫ് പ്രഷർ സി പി ചെയ്യുമ്പോൾ, അതായത് കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ എന്തായിരുന്നു, കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ അവിടെ ഹലോ പോയവരൊക്കെ വേഗം തിരിച്ചു വന്നേ. ഹലോ, ചെറിയൊരു പവറിന്റെ പ്രശ്നം ഉണ്ടായി, അതാണ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, പോയവരോടൊക്കെ വേഗം വരാൻ പറയൂ. കേൾക്കുന്നില്ല? ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ, ഫൈൻ. സോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ആദർശ് ഹലോ, ഓക്കെ ഇപ്പം റെഡിയായി. ഓക്കെ ഫൈൻ. ഫിസിക്സ് എത്ര പഠിച്ചാലും തീരൂല. തീരും, ഫിസിക്സ് പഠിച്ചാൽ തീരുകയൊക്കെ ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു കേട്ടോ. ഇത് നമ്മൾ ഇക്വേഷൻ 1 കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സി വി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയത്തിൽ എന്തായിരിക്കും, ഡി യു ബൈ എൻ ഡെൽറ്റ ടി പ്ലസ് ഈ ടേം ഉണ്ടാവുമോ, സെക്കൻഡ് ടേം. വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ അവിടെ പിന്നെ എന്തെങ്കിലും വർക്ക് നടക്കും. ഇത് ആക്ച്വലി സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഡൺ ആണല്ലോ, ഒന്ന് ഇന്റേണൽ എനർജിയും ഒന്ന് വർക്ക് ഡണും. വോളിയം കോൺസ്റ്റന്റ് ആയാൽ പിന്നെ അവിടെ വല്ല വർക്കും നടക്കുമോ? വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ഡൺ എന്താണ്, 0 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് 1 മൈനസ് 2. മാം ഇത് ന്യൂ ചാനലാണോ? ഇത് ന്യൂ ചാനലല്ല, കുറച്ചായി. സി പ്രഷർ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ അവിടെ വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ അവിടെ പിന്നെ വേറെ ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. വോളിയം കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ? ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യണം. സോ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കിയേ, ഡി യു ബൈ ഡി എൻ ഡെൽറ്റ ടി, ഡെൽറ്റ തന്നെ യൂസ് ചെയ്യട്ടോ. സോ ഡെൽറ്റ യു ബൈ എൻ ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ബൈ എൻ ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ യു, ഞാനിവിടെ ഡി യു ആണ് എഴുതിയത്, ഡെൽറ്റ യു ബൈ എൻ ഡെൽറ്റ ടി. എന്താകും, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകില്ലേ, പ്ലസും മൈനസും ക്യാൻസൽ ചെയ്ത് പോകും. ലാസ്റ്റ് എന്താ ഉണ്ടാവുക, പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ എൻ ഡെൽറ്റ ടി. ഓക്കെ, പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ എൻ ഡെൽറ്റ വി. ഓക്കെ, ക്ലിയർ അല്ലേ, മനസ്സിലാവുന്നില്ലേ? സോ ഇത് നമുക്കറിയാം, ഇത് എന്ത് ഇക്വേഷനാണ്, ഇത് എന്ത് ഇക്വേഷനിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും, എന്ത് ഇക്വേഷനിലേക്കാണ് നമുക്ക് മാറ്റാൻ പറ്റുക? ഒന്ന് വേഗം പറഞ്ഞത്, എന്ത് ഇക്വേഷനിലേക്കാണ് നമുക്ക് മാറ്റാൻ പറ്റുക? ഇത് നമുക്ക് നമ്മളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് മാറ്റിക്കൂടെ? ഇത് നമുക്ക് നമ്മളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് മാറ്റാൻ പറ്റുന്നതല്ലേ? കാരണം നമ്മളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ, പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി അല്ലേ, അല്ലെങ്കിൽ പി വി ബൈ എൻ ടി ഇസ് ഈക്വൽ ടു ആർ എന്ന് എഴുതിക്കൂടെ? സോ അത് തന്നെയല്ലേ ഇവിടെ ഉള്ളത്, പി വി ബൈ എൻ ടി ഇസ് ഈക്വൽ ടു ആർ, വിച്ച് ഇസ് എന്താണത്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? KBS by
ആർക്കാ ക്ലാസ് എടുക്കുന്നതെന്നോ? ആദി. Give me a second. ഒരു മിനിറ്റ്. കുട്ടികളുണ്ടായി പറഞ്ഞപ്പോൾ ഓക്കെ. സോ ഐ ഹോപ്പ് ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. സി പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഇതിവിടെ ചേഞ്ച് ഇൻ വോളിയം ബൈ ചേഞ്ച് ഇൻ ടൈം തന്നെയല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പം ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്ന് വേഗം കമന്റ് ചെയ്തേ ക്ലിയർ ആണെങ്കിൽ. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, യെസ്, നെക്സ്റ്റിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നില്ലേ? ബോർഡിൽ ശ്രദ്ധിക്കുക. സി പി ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി. വൈ? മേ ബി യുൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്. സി പി, അതായത് സി പി എപ്പോഴും സി വിനേക്കാളും വലുതാണ്. കാരണം എന്താ? ലിസൺ ഹിയർ. വെൻ ഗ്യാസ് ഇസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ഒരു കോൺസ്റ്റന്റ് വോളിയത്തിൽ ഗ്യാസ് ഹീറ്റ് ചെയ്യുമ്പോൾ എൻറ്റയർ ഹീറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി. ആ ഹീറ്റ് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ബട്ട് ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലാവുമ്പോൾ എന്തിന് യൂസ് ചെയ്യും? Heat is used to increase the internal energy, also to do the external work during the expansion. Okay, external work during the expansion. Volume constant ആയി നിന്നാൽ പിന്നെ അവിടെ വല്ല എക്സ്പാൻഷൻ ഉണ്ടോ? ഇല്ല. Hence Cp is greater than Cv. Okay, hence Cp is greater than Cv. Okay ആണോ? Okay. Now, next എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കാം. കോളം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഐസോബാറിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ് ആൻഡ് ഒരു കോളം ഫിൽഡ് അല്ല. ദെൻ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്, പ്രഷർ ഈസ് കോൺസ്റ്റന്റ്, വോളിയം ഈസ് കോൺസ്റ്റന്റ്, നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്, ദെൻ വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ്സും തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? പ്രഷർ ഈസ് കോൺസ്റ്റന്റ് ഫോർ വാട്ട്? പ്രഷർ ഏതിനാണ് കോൺസ്റ്റന്റ്? ഐസോബാറിക്കിനാണോ ഐസോതെർമലിനാണോ? ഐസോതെർമലിന് ഏതാ കോൺസ്റ്റന്റ്? ഐസോതെർമലിന് ഏതായിരിക്കും കോൺസ്റ്റന്റ്? യെസ്, ഐസോബാറിക് പ്രഷർ ഇസ് കോൺസ്റ്റന്റ്. ഐസോതെർമലിന് ഏതാ കോൺസ്റ്റന്റ്? ഞാൻ പറഞ്ഞേ ഐസോതെർമലിൽ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഐസോതെർമലിൽ യെസ് അപ്പൂസ്, യെസ് കറക്റ്റ്. ഐസോതെർമലിൽ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട 2 ഇക്വേഷൻസ് ഉണ്ട്, 2 ഡെറിവേഷൻസ് ഉണ്ട്. ആ ഡെറിവേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആ 2 എണ്ണം നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന് ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡൺ ഡ്യൂറിങ് ദ ഐസോതെർമൽ പ്രോസസ്, ദെൻ അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡണ്ണും. ഓക്കെ, അഡിയാബാറ്റിക്കിന്റെയും ഐസോതെർമലിന്റെയും വർക്ക് ഡൺ നമ്മൾ ചെയ്യാൻ പഠിച്ചിരിക്കണം. അപ്പൊ ചെയ്യുമല്ലേ? Okay. So listen here. Isothermal process, work done. Okay. So ഞാൻ ഇവിടെ ഫസ്റ്റ് എന്താ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാനിതാ ഒരു പിസ്റ്റൽ ഇവിടെ കണക്ട് ചെയ്തു. ഓക്കെ, ഒരു പിസ്റ്റൽ കണക്ട് ചെയ്തു. ദെൻ പിസ്റ്റൽ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനിപ്പോൾ ഇവിടുത്തെ വോളിയം V1 ആണെന്ന് വെക്കുക. V1 ആണെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഇത് ഇൻക്രീസ് ചെയ്യില്ലേ? ഇതൊരു V2 ആയി എന്ന് വിചാരിക്കാം. സോ ഇവിടെ എന്തായാലും ഒരു വർക്ക് ഡൺ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ V1 വോളിയത്തിന് എനിക്ക് V2 ഇവിടെ ഞാനൊരു ചെറിയൊരു എമൗണ്ട് എനിക്ക് കൂട്ടണം, ഒരു dV എമൗണ്ട് എനിക്ക് കൂട്ടണമെങ്കിൽ ഞാൻ അവിടെ ചെയ്ത വർക്ക് ഡൺ എന്തായിരിക്കും? dW എന്ന് പറയാം അല്ലേ? ഞാൻ അവിടെ ചെയ്ത വർക്ക് ഡണ് dW എന്ന് പറയാം. വർക്ക് ഡൺ അല്ലേ? ആ വർക്ക് ഡൺ എനിക്ക് എന്ത് പറയാം? dW. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വിച്ച് ഇസ് ഈക്വൽ ടു P delta V. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു P delta V. പക്ഷെ ഞാൻ ഇവിടെ V1 തൊട്ടിട്ട് V2 വരെ ആകെ, ഇതിപ്പോൾ ഞാനൊരു ചെറിയ എമൗണ്ട് നീക്കിയതാണ് dV എന്ന് പറയുന്നത്. എനിക്കിവിടെ V2 അത് കുറേ ഉണ്ട്. ആ V2 വരെ ടോട്ടൽ ചെയ്ത വർക്ക് കാണാം. ഈ പ്രോസസ്സിൽ V1 to V2 ചെയ്ത പ്രോസസ്സ് കാണാം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? സമ്മയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വിച്ച് മീൻസ് ഇൻ്റഗ്രേഷൻ. സോ എന്ത് ചെയ്യാം? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റിംഗ് V1 to V2. ഇൻ്റഗ്രേഷൻ ആണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട. P ഡെൽറ്റ V. ഓർ നമുക്ക് എന്ത് എഴുതാം? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 V2 P dV. ഓക്കെ, P dV എന്ന് പറയുന്നത് എന്താണ്? P dV which is equal to a constant. P dV which is equal to a constant. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? ഇത് ഏത് ലോ ആയിരുന്നു? P dV is equal to constant. അനഘ ആന്റണി മിസ്, സോറി എനിക്ക് മനസ്സിലായില്ല, എന്ത് പറയാമോ എന്നാ ചോദിച്ചത്? ഓക്കെ, ലിസൺ. പി ഡി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ അതിനെ എന്തെടുക്കുന്നു? പി ഡി വി ഈക്വൽ ടു കെ എന്നെടുക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷൻ ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കാം. അപ്പൊ എനിക്ക് പി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? പി ഇസ് ഈക്വൽ ടു കെ ബൈ ഡി വി എന്ന് എഴുതിക്കൂടെ? പി ഇസ് ഈക്വൽ ടു കെ ബൈ ഡി വി, അല്ലെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട, കൺഫ്യൂഷൻ വരാതിരിക്കും ഇങ്ങനെ എടുക്കാം. പി ഡി വി വേണ്ട, പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എടുക്കുന്നു. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. അതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? പി വി ഇസ് ഈക്വൽ ടു ടേക്കിംഗ് ഇറ്റ്സ് കെ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. സോ പി ഇസ് ഈക്വൽ ടു എന്ത് വരും? കെ ബൈ വി വരും അല്ലേ?
ഇനി ഞാൻ ഇതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമ്മുടെ വർക്ക് ഡൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 V2 K by V dV. K എന്താണ്? K ഈസ് കോൺസ്റ്റൻ്റ് ആണ്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ്. വർക്ക് ഡൺ അല്ല, K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ K എന്ത് വരും? പുറത്ത് വരും. സോ ഇൻ്റഗ്രൽ V1 to V2 1 by V dV. 1 by ഇൻ്റഗ്രൽ 1 by x എന്താണ്? ഇൻ്റഗ്രൽ 1 by x എന്താണ്? ഇൻ്റഗ്രൽ 1 by x is what? log x അല്ലേ? ഇൻ്റഗ്രൽ 1 by x എന്ന് പറയുന്നത് log x ആണ്. ഓക്കെ, ഇൻ്റഗ്രൽ 1 by x log x ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു K ഇൻ്റഗ്രൽ log x dv എന്ന് എഴുതിക്കൂടെ? നമ്മുടെ കണ്ടീഷൻ കൊടുക്കുക V1 to V2 അല്ലേ? log x V1 to V2. ഇനി നമ്മൾ എന്ത് കൊടുക്കുക? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു K ഇൻറ്റു log V2 മൈനസ് log V1. ഓക്കെ, ഇങ്ങനെ വരും. log a മൈനസ് ബി നമുക്ക് എങ്ങനെ എഴുതാം? log a മൈനസ് ബി നമുക്ക് എങ്ങനെ എഴുതാം? log a മൈനസ് ബി വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, ഓക്കെ ഞാൻ ഇവിടെ സൈഡിൽ എഴുതി തരാം. ഈ രണ്ട് ഇൻ്റഗ്രേഷൻ ഫോമുല ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. log a മൈനസ് log b you can write it as log of a by b. Okay, so what we can write this as? Work done is equal to K into log of a by b. Okay, log of a by b. മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു K log V2 മൈനസ് സി. നമ്മളിവിടെ എന്ത് കൊടുക്കുന്നു? log a by b. സോ ഇവിടെ V2 by V1 വരും. V2 by V1 വരും. ഇനി K ഈസ് ഈക്വൽ ടു പി വി ആയിരുന്നു. അക്കോർഡിംഗ് ടു ഐഡിയൽ ഇക്വേഷൻ നമ്മൾക്ക് എന്താ പറയുക? അക്കോർഡിംഗ് ടു ഐഡിയൽ ഇക്വേഷൻ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറഞ്ഞൂടെ? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറഞ്ഞൂടെ? സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എൻ ആർ ടി log V2 by V1. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എന്ത്? ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മളുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഒന്നും കൂടി. നമ്മൾ ആദ്യം എന്തെടുത്തു? ഒരു പിസ്റ്റൽ കണക്ട് ചെയ്തു, ഒരു ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യുക. അപ്പോൾ ടോട്ടൽ വോളിയാണ് നമുക്ക് കാണേണ്ടത്. സോ സമ്മ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. V1 to V2 നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. പി ഡെൽറ്റ വി. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു V1 to V2 പി ഡി വി എന്ന് എഴുതുന്നു. പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതിന് നമ്മൾ കെ എന്ന് എടുക്കുന്നു. ദെൻ പിക്ക് നമുക്ക് കിട്ടുന്നു K by V എന്ന് വാല്യൂ കിട്ടുന്നു അല്ലേ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവിടുന്ന് K കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കുന്നു. 1 by V എന്താണ്? 1 by x log x ആകുമ്പോൾ 1 by V log V അല്ലേ? അപ്പോൾ നമുക്കിവിടെ ലോഗ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ log V2 മൈനസ് log V1 വരും. അത് പിന്നെ നമുക്ക് എന്ത് വരും? K log V2 by V1 എന്ന് കിട്ടും. അവിടെ നമ്മൾ K എന്താണ്? പി വി ആണ്. K ഈസ് ഈക്വൽ ടു പി വി ആണ്. സോ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി നമുക്ക് എഴുതി വിടാം, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ എൻ ആർ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദിസ് ഇസ് ഐസോതെർമൽ വർക്ക് ഡൺ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഓക്കെ, ഓർമ്മയുണ്ടാവുമോ? ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ആണെന്ന് പറഞ്ഞേ. നമുക്ക് നെക്സ്റ്റിലേക്ക് പോയാലോ? ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മളുടെ അഡിയാബാറ്റിക് ആണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ആണ് നമ്മൾ പോകുന്നത് കേട്ടോ. സോ അഡിയാബാറ്റിക്. ഓക്കെ, സോ അഡിയാബാറ്റിക് പ്രോസസ്സിൽ എന്താണ്? അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അവിടെ ഒരു തരം, നേരത്തെ നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അഡിയാബാറ്റിക് പ്രോസസ്സിൽ എന്താണ്? അവിടെ ഒരു തരത്തിലും ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കില്ല. ഓക്കെ,
ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കില്ല. അഡിയാബാറ്റിക് പ്രോസസ്സിൽ സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കില്ല. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. നേരത്തെ നമ്മൾ എന്താ എടുത്തത്? പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇവിടെ പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? വർക്ക് ഡൺ ഇൻ അഡിയാബാറ്റിക് പ്രോസസ്. അഡിയാബാറ്റിക് process, work done in adiabatic process, work done in adiabatic process. Okay, ഇവിടെ നോക്കാം. വർക്ക് ഡൺ എന്തായിരുന്നു? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ v1 ടു v2 p dv അല്ലേ? ഇൻ്റഗ്രൽ v1 ടു v2 p dv. ഇനി നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നോക്കിയേ, പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു ആ കോൺസ്റ്റന്റ് ഞാൻ k എന്ന് എടുക്കുന്നു. സോ p ഇസ് ഈക്വൽ ടു k by v raised to gamma. k by v raised to gamma. Substitute ചെയ്യുന്നു. So work done is equal to integral v1 to v2 k by v raised to gamma dv. Okay, k by v raised to gamma dv. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നേരത്തെ പോലെ 1 by v gamma എന്ന് എടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു k കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു. k കോൺസ്റ്റന്റ് പുറത്തെടുത്തതിന് ശേഷം ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ എക്സ് റേസ് ടു എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 അല്ലേ? സെയിം വേ. സോ വി റേസ് ടു ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഗാമ പ്ലസ് 1, സോറി മൈനസ് ഗാമ, കാരണം ഈ വി റേസ് ടു ഗാമ മുകളിൽ പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. സോ വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് 1. ഇന്റർവൽ എവിടെയാണ്? v1 ടു v2. ഓക്കെ, ക്ലിയർ? ക്ലാസ് എത്ര മണി വരെ ഉണ്ട്? നമ്മളുടെ 3 ചാപ്റ്റർ തീരുന്നവരെ. വേഗം തീർക്കാം നമുക്ക്, ഡോണ്ട് വറി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്ത് കിട്ടി? വർക്ക് ഡൺ വിച്ച് ഈസ് ഈക്വൽ ടു k ഇൻറ്റു വി മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് 1 ഇൻട്രവൽ v1 ടു v2. ഇനി നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണ്. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു k, നോക്കിക്കോ, v raised to 1 minus gamma divided by 1 minus gamma. Okay, 1 minus gamma divided by 1 minus gamma. After that, അതിനുശേഷം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എഴുതുക? ഈ 1 മൈനസ് ഗാമയെ നമുക്ക് പുറത്തെടുക്കാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു k ബൈ 1 മൈനസ് ഗാമ ദെൻ v1 മൈനസ് ഗാമ ദെൻ നമ്മളുടെ ലിമിറ്റ് കൊടുക്കുക v1 ടു v2 ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു k ബൈ 1 മൈനസ് ഗാമ ദെൻ v2 1 minus gamma minus v1 1 minus gamma. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഈ k ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഇവിടെയും k വരും, ഇവിടെയും k വരും. k ഈസ് ഈക്വൽ ടു എന്താണ്? k ഈസ് ഈക്വൽ ടു nRT അല്ലേ? സോ വാട്ട് വി വിൽ ഗെറ്റ്? k ഈസ് ഈക്വൽ ടു nRT ആണ്, അത് നമുക്കറിയാം അല്ലേ? k ഈസ് ഈക്വൽ ടു nRT. ഞാൻ ആ സ്റ്റെപ്പ് എഴുതുന്നില്ല, ഞാൻ ഡയറക്റ്റ് എഴുതാൻ പോവാണ് കേട്ടോ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 1 by 1 minus gamma nr t2 minus nr t1. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് nr നമ്മൾ പുറത്തെടുക്കുന്നു. nr പുറത്തെടുത്തെഴുതുന്നു. 1 മൈനസ് ഗാമ t2 മൈനസ് t1. ദിസ് ഇസ് ദ വർക്ക് ഡൺ ഇൻ വിച്ച് പ്രോസസ്? പെൻ തിക്നെസ് കൂട്ടുക. ഇത് മതിയോ? ഇനിയും കൂട്ടണോ? തീരെ കുറവായിരുന്നല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. ഇനിയും കൂട്ടണം? ഇതൊക്കെ അല്ലേ? ദിസ് വൺ. ഓക്കെ, അപ്പൊ എന്താണിത്? അഡിയാബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, 4 എണ്ണം പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അഡിയാബാറ്റിക്കിലെയും ഐസോതെർമലിലെയും വർക്ക് ഡണ്ണിന്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, അഡിയാബാറ്റിക്കിലെ ഐസോതെർമലിൻ്റെയും ഡെറിവേഷൻ പഠിച്ചിട്ടേ നിങ്ങൾ പോകാവൂ. ഓക്കെ, അപ്പം നമ്മൾ ആ ഡെറിവേഷൻ കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി കുറച്ച് കാര്യം ഓർത്ത് വെക്കാനുള്ളത്. ഐസോകോറിക്. ഐസോകോറിക് എന്താണ്? ഐസോകോറിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോകോറിക്കിൽ എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത്? നോ ചേഞ്ച് ഇൻ വോളിയം. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഇപ്പോൾ പഠിക്കണമെന്നില്ല. നോ ചേഞ്ച് ഇൻ വോളിയം. ഐസോകോറിക്കിൽ എന്താണ്? നോ ചേഞ്ച് ഇൻ വോളിയം. അഡിയാബാറ്റിക്കിൽ എന്താണ്? നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എനർജി. ആൻഡ് ഐസോതെർമലിൽ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്.
ഇവിടെ ചേഞ്ച് ഇൻ വോളിയം ഇല്ലെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ 0 അല്ലേ? വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ 0 ആയിരിക്കും. നെക്സ്റ്റ് ഒന്നും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, ഐസോബാറിക്. ഐസോബാറിക് എന്താണ്? ഐസോബാറിക് കോൺസ്റ്റന്റ് പ്രഷറിൻ്റെതാണ്. എന്ത്? ഐസോബാറിക് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി, വിച്ച് മീൻസ് പി ചേഞ്ച് ഇൻ വോളിയം നമുക്ക് എങ്ങനെ എഴുതാം? V2 - V1. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണോ? ഐസോബാറിക് കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും. എന്താണ് ഇക്വേഷൻ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P × V2 - V1. ഇനി ഐസോകോറിക് എന്താണ്? ഐസോകോറിക് നോ ചേഞ്ച് ഇൻ വോളിയം, വിച്ച് മീൻ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ 0 ആണ്. പിന്നെ നമ്മുടെ അഡിയാബാറ്റിക് പ്രോസസ്, നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എനർജി ടു ദ സറൗണ്ടിങ്സ്, which equal to nr/1 - gamma T2 - T1. Okay, then the last one isothermal. എന്താണ്? ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു nRT log V2/V1. അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊന്ന് വേഗം കണക്ട് ചെയ്തേ, പറഞ്ഞേ, വേഗം ആൻസർ ചെയ്തേ. ഏതൊക്കെയാണ് കോമ്പിനേഷൻ? ഐസോതെർമൽ, ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ഏതാണ് നമ്മളുടെ ഇക്വേഷൻ? ഏതാണ്? ദിസ് വൺ അല്ലേ? ഇക്വേഷൻ അതാണ്. ദെൻ അഡിയാബാറ്റിക് പ്രോസസ്, നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം. അഡിയാബാറ്റിക് പ്രോസസ്, നോ ഹീറ്റ് എക്സ്ചേഞ്ച്. ഇക്വേഷൻ ഏതാണ്? R/gamma - T, T1 - T2 or T2 - T1. ഓക്കെ, ദെൻ ഐസോബാറിക് പ്രോസസ്സിൽ എന്താണ്? ഐസോബാറിക്കിൽ വോളിയം ആയിരുന്നോ കോൺസ്റ്റന്റ്, പ്രഷർ ആയിരുന്നോ? പ്രഷർ കോൺസ്റ്റന്റ് ആയപ്പോൾ P V2 - V1. ഇനി ഇവിടെ വരുന്ന അടുത്ത ടേം ഏതാണ്? ഐസോതെർമലിൻ്റെ എന്താണ്? ഐസോതെർമലിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. അതൊക്കെ അവിടെ ഉണ്ട്. വോളിയം കോൺസ്റ്റന്റ് ആണ്, അതായത് ഐസോതെർമൽ വോളിയം കോൺസ്റ്റന്റ് ആണ്, 0 ആണ്. ഓക്കെ അല്ലേ? സൂം ആക്കുക. ഓക്കെ, ഫൈൻ. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് വന്നേ, ഇഫ് എവറിത്തിങ് ഇസ് ഓക്കെ. മിന്നു, ചിന്നു, ഏതാണ് ഐസോകോർ? ഓ സോറി, ഞാനിവിടെ ഐസോതെർമലാണ് എഴുതിയത്. താങ്ക് യു. യെസ്, ഐസോകോറിക്. വെരി ഗുഡ്. ഐസോതെർമലിലാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഐസോകോറിക്കിൽ വോളിയം കോൺസ്റ്റന്റ്. ഇത്രയും ആലോചിച്ചാൽ മതി. ഐസോകോറിക്കിൽ നമുക്ക് വർക്ക് ഡൺ 0 ആണ്. വർക്ക് ഡൺ 0 ആണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആവണം. ഓക്കെ, സെറ്റ്. നെക്സ്റ്റിലേക്ക് വിട്ടാലോ? ഞാൻ പറഞ്ഞേ. ഓക്കെ, സോ ഈ ഡെറിവേഷൻ എന്തായാലും പഠിക്കുക, അത് വിട്ട് കളയരുത്. സോ ഇവിടെ ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഐസോബാറിക് പ്രഷർ കോൺസ്റ്റന്റ്, ഐസോകോറിക് വോളിയം കോൺസ്റ്റന്റ്, അഡിയാബാറ്റിക് നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ ദ സിസ്റ്റം. നെക്സ്റ്റ് തിങ്, Carnot engine is considered as ideal heat engine. കാരണം എന്താണ്? അതിന്റെ efficiency is 100%. Draw the PV graph of Carnot cycle. Okay, derive an equation to find the work done during the adiabatic process. Adiabatic processന്റെ equation നമ്മൾ കണ്ടുപിടിച്ചതാണ്. So draw the PV graph. PV graph എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഇതാ, നമ്മളുടെ x ആക്സിസിൽ എന്തുണ്ടാകും? നമ്മളുടെ x ആക്സിസിൽ എന്താണുള്ളത്? വോൾട്ടേജ്, x ആക്സിൽ വോളിയം ആൻഡ് y ആക്സിസിൽ എന്താണുള്ളത്? പ്രഷറും ആണുള്ളത്. ഓക്കെ, ആൻഡ് ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, കാർനോട്ട് എൻജിൻ്റെ 4 പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. കാർനോട്ട് എൻജിൻ്റെ 4 പ്രോസസ് ഇൻവോൾവ് ഇൻ കാർനോട്ട് എൻജിൻ. ഫസ്റ്റ് വൺ, ഐസോതെർമൽ എക്സ്പാൻഷൻ. അതായത് കാർനോട്ട് എൻജിനിൽ എന്തുണ്ടാകും? ഒരു ഹോട്ട് റിസർവോയർ ഉണ്ടാകും, ഒരു കോൾഡ് ആയിട്ടുള്ളൊരു ഇത് ഉണ്ടാകും, ഒരു ഇൻസുലേറ്റർ ഉണ്ടാകും, ആൻഡ് നമ്മളുടെ ഒരു സിലിണ്ടർ ഉണ്ടാകും. ഫസ്റ്റ് ഇത് ഹോട്ട് ആയിട്ടുള്ളതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ? അപ്പോൾ അവിടെ നടക്കുന്നു ഐസോതെർമൽ എക്സ്പാൻഷൻ. ദെൻ അതെന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് അതെന്ത് ചെയ്യുന്നു?
ഇൻസുലേറ്ററിന്റെ മുകളിൽ വെക്കുന്നു. ഇൻസുലേറ്ററിന്റെ മുകളിൽ വെക്കുമ്പോൾ അവിടെ എന്തെങ്കിലും എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് അത് കോൾഡ് ആയിട്ടുള്ള സോഴ്സിന്റെ മുകളിൽ വെക്കുന്നു. സോ ദെയർ ഐസോതെർമൽ കംപ്രഷൻ, ആഫ്റ്റർ ദാറ്റ് അഡിയാബാറ്റിക് കംപ്രഷൻ. ഈ 4 പ്രോസസ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ആൻഡ് ദ ഡയഗ്രാം ഓൾസോ. ദ ഫസ്റ്റ് വൺ ഐസോതെർമൽ എക്സ്പാൻഷൻ, അതാണ് എന്ത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഐസോതെർമൽ എക്സ്പാൻഷൻ, വോളിയം 1, P1 ടെമ്പറേച്ചർ. Then after that എന്താണ്? Adiabatic expansion. Then isothermal compression. After that adiabatic compression. Okay, there is a mistake. Clear? ഇത് ഓക്കെ ആണോ? മതി. നിങ്ങൾ ടെക്സ്റ്റിൽ സെന്റൻസ് തന്നെ നിങ്ങൾ അത് ബൈഹാർട്ട് ചെയ്യാനോ ഇതാക്കാനോ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സെന്റൻസിൽ എഴുതുക, കാര്യങ്ങൾ മാറ്റേഴ്സ് അവിടെ ഉണ്ടായാൽ മതി. ഈ 4 പ്രോസസ്സിന്റെ പേര് അവിടെ ഉണ്ടായാൽ മതി. എന്നിട്ട് നിങ്ങളുടെ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, കാർനോട്ട് എഞ്ചിന്റെ ഡയഗ്രാം നന്നായിട്ട് പഠിച്ചിട്ട് പോകട്ടെ, കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. PV diagram of a Carnot engine is given below. Which are the 4 thermodynamical processes represented in the above PV diagram? നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതൊന്ന് വരച്ചു വെക്കുക, എന്നിട്ട് ഡയഗ്രാംസ് ഒന്ന് മാർക്ക് ചെയ്ത് ഏതൊക്കെയാണ് ഏതാണ് A to B? എന്താണ് A to B എന്ന് പറയുന്നത്? എന്താണ് A to B? A to B എന്താണ് നമ്മളിവിടെ പഠിച്ച് ഓർക്കുന്നോ? ഐസോതെർമൽ എക്സ്പാൻഷൻ. ദെൻ B to C എന്താണ്? അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. C to D എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ. D to A എന്താണ്? അഡിയാബാറ്റിക് കംപ്രഷൻ. ഈ 4 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ്, PV diagram of a gas is shown in the figure. In this figure, AB represent isobaric. AB ഇത് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞത്? ഐസോബാറിക്കിനെ. ഐസോബാറിക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഓർക്കുന്നോ? മറന്നുപോയോ? ഐസോബാറിക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു? കോൺസ്റ്റന്റ് പ്രഷർ ആണ് കേട്ടോ. ഐസോബാറിക്കിന്റെ പ്രത്യേകത കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ആൻഡ് നെക്സ്റ്റ് നോക്കുക, AD റെപ്രസെന്റ് ഐസോതെർമൽ പ്രോസസ്. AD ഐസോതെർമൽ പ്രോസസ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചത് എക്സ്പ്ലെയിൻ ഐസോബാറിക് പ്രോസസ് ആൻഡ് ഐസോതെർമൽ പ്രോസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യൂസിങ് ദ എബവ് ഗ്രാഫ് ഫൈൻഡ് ദ പ്രോസസ് ഇൻ വിച്ച് ദ വർക്ക് ഡൺ ഈസ് മാക്സിമം, ഗിവ് ദ റീസൺ. ഇവിടെ ഏതിനായിരിക്കും കൂടുതൽ വർക്ക് ഡൺ ഉണ്ടാവുന്നത്? ഏരിയ ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും എന്തുണ്ടാവുക? വർക്ക് ഡൺ കൂടുതൽ ഉണ്ടാവുക. ഒന്ന് നോക്കിയേ, ഈ ഇതിനാണോ ഏരിയ കൂടുതൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഇതിനാണോ? അതായത് AB എന്ന് പറയുന്നത് ഏതാണ്? ഐസോബാറിക് പ്രോസസ് ആണ്. AD എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ് ആണ്. ഏതിനാണ് വർക്ക് ഡൺ കൂടുതൽ ഉണ്ടാവുക? ABക്കാണോ ADക്കാണോ? ABക്കാണോ ADക്കാണോ? ഐസോബാറിക്, ABക്ക്. വെരി ഗുഡ്. സോ യു ഹാവ് ടു, ഇവിടെ കണ്ടോ, ഈ ഡയഗ്രാം ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ എന്താണ്? ഇത് AD എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് AB എന്ന് പറയുന്നത് നോക്കിക്കേ, AB കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വോളിയം എത്ര ചേഞ്ച് ചെയ്താലും, കറസ്പോണ്ടിങ് വോളിയം എത്ര ചേഞ്ച് ചെയ്താലും പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, heat energy is a device used to convert thermal energy to mechanical energy. Thermal energy to mechanical energy. To mechanical energy. Clear ആണോ? Next, name the 4 processes taking place Carnot cycle. Again and again ഇവിടെ നോക്കിക്കേ, ഈ ഒരു സെയിം സാധനം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ 4 പേരും ഓർഡറിൽ വിത്ത് ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഐസോബാറിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ് നമ്മൾ അത് എഴുതി കഴിഞ്ഞു. ഇനി നെയിം ദ 4 processes taking place നിങ്ങൾ എഴുതില്ലേ? നെക്സ്റ്റ്, heat engine is a device which converts heat energy into mechanical energy. Name the process in a Carnot cycle. Carnot cycle-ലുള്ള പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇതൊക്കെ ഓരോ പ്രാവശ്യം എഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. Derive an expression for work done in an isothermal process. What is the work done in isochoric process? ഓർക്കുന്നോ ചെയ്തത്? ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ ചെയ്തത് ഓർക്കുന്നോ?
നമ്മളിവിടെ ചെയ്തത് ഐസോകോറിക്കിൽ എന്താണ്? ഐസോകോറിക്കിൽ 0 ആണ്. ഐസോതെർമലിൽ എന്താണ്? ഐസോതെർമലിൽ നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? ദാ nRT log V2/V1. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ചാപ്റ്റർ ഫുള്ള് ഡിസ്കസ് ചെയ്യല്ല, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ചാപ്റ്റർ ഫുള്ള് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഐസോതെർമലിൻ്റെ ഒക്കെ ഡിറൈവ് ചെയ്യാനുണ്ട്. പക്ഷെ അതൊന്നും അത്ര ചോദിച്ച് കണ്ടിട്ടില്ല. ദാറ്റ്സ് വൈ വി ആർ ചൂസ് ദിസ്. ഓക്കെ, സെറ്റാണോ? സെറ്റാണെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമുക്ക് നെക്സ്റ്റിലേക്ക് വിട്ടാലോ? വർക്ക്, എനർജി, പവർ. ഓക്കെ, മിന്നു, ചെന്നു, ഗെയിമിംഗ് ലാഡ്, ദെൻ ഷാഫി മോൾസ്. യെസ്, ഇത് പഠിച്ചാൽ പാസ്സാകാനുള്ള മാർക്ക് കിട്ടും. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. 4 എണ്ണവും കൂടി, ഈ 4 പ്രോസസ്സും കൂടി നിങ്ങളുടെ അടുത്ത് പറയുന്നു. ഈ 4 പ്രോസസ്സും കൂടി നിങ്ങളുടെ അടുത്ത് ഒരു ഡയഗ്രം ആക്കി വരയ്ക്കാൻ പറയുന്നു. യു ഷുഡ് ഡ്രോ ലൈക്ക് ദിസ്. ഇവിടെ ശ്രദ്ധിക്കാം. ഇത് നമ്മളുടെ എന്താണ്? ഇത് വോളിയം, ദിസ് ഇസ് വോളിയം ആൻഡ് ദിസ് ഇസ് വാട്ട്? ഇതെന്താണ്? ഇത് പ്രഷറാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഐസോബാറിക് പ്രോസസ്സിൽ എന്താണ്? ഐസോബാറിക് പ്രോസസ്സിൽ കോൺസ്റ്റന്റ് ആണ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ് അല്ലേ? സോ ഇതെന്താണ്? ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ് ക്ലിയർ? നെക്സ്റ്റ്, ഐസോതെർമൽ എന്താണ്? ഐസോതെർമൽ എന്താണ്? ഇങ്ങനെ ഒരു കേർവ് ആയിട്ടാണ് ഐസോതെർമൽ വരിക. അപ്പൊ ദിസ് ഇസ് ഐസോതെർമൽ. ഓക്കെ, അഗൈൻ ദിസ് ഇസ് അഡിയാബാറ്റിക്. അഡിയാബാറ്റിക് ആൻഡ് ഇതാണ് എന്ത്? ഒരു മിനിറ്റ്. ഇതാണ് എന്ത്? നമ്മളുടെ ഐസോകോറിക്. ഐസോകോറിക് നമ്മൾ പറഞ്ഞു വോളിയം കോൺസ്റ്റന്റ് ആണ്. കണ്ടോ, ഇവിടെ വോളിയത്തിന് ഐസോകോറിക്കിന്റെ മാത്രം ഒന്ന് നോക്കിയേ, വോളിയത്തിന് ഒരു മാറ്റവും ഇല്ല. അതായത് വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല, പ്രഷർ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, യെസ്, വെർട്ടിക്കൽ ദിസ് ഇസ് ഐസോകോറിക്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വോളിയത്തിന്റെ നേരെ വരുന്നത് ഐസോബാറിക്. ദെൻ ഈ 2 കേർവ് വരുന്നത് ഐസോബാറിനോട് ചേർന്നിട്ടുള്ളതായിരിക്കും ഐസോതെർമൽ, അത് കഴിഞ്ഞിട്ടുള്ളത് അഡിയാബാറ്റിക്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യനിൽ വരുമോ, അപ്പം നിങ്ങൾക്ക് ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വരച്ചത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ചാപ്റ്റർ വർക്ക്, എനർജി, പവർ. വർക്ക്, എനർജി, പവർ. ഞാൻ ക്വസ്റ്റ്യൻ സൂം ചെയ്യാം, നിങ്ങൾ പറയണ ആൻസർ. ബിഫോർ ദാറ്റ് നമുക്കറിയാം പിന്നെ നമ്മളുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ എന്ന് പറയാം വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ വർക്ക് ഡൺ എന്ന് പറയാം അല്ലേ? പോസിറ്റീവ് വർക്ക് ഡൺ, നെഗറ്റീവ് വർക്ക് ഡൺ ആൻഡ് സീറോ വർക്ക് ഡൺ. 3 ടൈപ്പ് ഓഫ് വർക്ക് ഡൺ ഉണ്ട്. പോസിറ്റീവ് വർക്ക് ഡൺ എന്തായിരുന്നു? വെൻ ഡിസ്പ്ലേസ്മെന്റും നമ്മളുടെ ഫോഴ്സും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അത് പോസിറ്റീവ് വർക്ക് ഡൺ. ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് വർക്ക് ഡൺ. ആൻഡ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ല, അത് സീറോ വർക്ക് ഡൺ. പിന്നെ ഒരു കേസും കൂടി ഉണ്ട് സീറോ വർക്ക് ഡൺ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് റികളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. ഏതായിരുന്നു ആ കേസ്? അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തു, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് മൂവ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നതെങ്കിൽ അതും എന്താണ്? അത് സീറോ വർക്ക് ഡൺ ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഉള്ളതെങ്കിൽ അത് സീറോ വർക്ക് ഡൺ. ക്ലിയർ? ഇനി വർക്ക് എനർജി പവർ ചാപ്റ്ററിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ പോയി കാണാം. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ സൈൻ ഓഫ് വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസ്. എന്താ നിങ്ങൾ നോക്കേണ്ടത്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലാണോ ചെക്ക് ചെയ്യുക. വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ. ഒരു ബക്കറ്റ്, അതായത് കിണറ്റിൽ നിന്ന് ഒരാൾ വെള്ളം കോരുന്നു, അത് പോസിറ്റീവ് വർക്ക് ഡൺ ആണോ, നെഗറ്റീവ് വർക്ക് ഡൺ ആണോ, സീറോ വർക്ക് ഡൺ ആണോ? വേഗം കമന്റ് ചെയ്തേ. പോസിറ്റീവ് വർക്ക് ഡൺ ആണോ, നെഗറ്റീവ് വർക്ക് ഡൺ ആണോ, സീറോ വർക്ക് ഡൺ ആണോ? വേഗം പറഞ്ഞേ. പോസിറ്റീവ്. വെരി ഗുഡ്. ഗെയിമിംഗ് ലാഡ്. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാത്തെ? പോസിറ്റീവ് വർക്ക് ഡൺ. നെക്സ്റ്റ്, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. യെസ് യെസ്, ഗുഡ് ഗുഡ്.
Vishnunath Divagaran. Okay. Minnu Chinnu. Okay. Yes. Work done by a friction on a body sliding down an inclined plane. നമുക്കറിയാം ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു ബോഡി ഇങ്ങനെ വരുമ്പോൾ ഫ്രിക്ഷൻ എന്തായിരിക്കും? ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, അത് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പണ്ട് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമ്മളുടെ മോഡൽ എക്സാമിൻ്റെ മുന്നേ എന്തായിരുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് കേട്ടാ, ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ ആണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആണല്ലോ, നമ്മളിപ്പോൾ നടക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലേസ്. ഇതൊക്കെ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാനാണ്. റഫ് ഹൊറിസോണ്ടൽ പ്ലേസിൽ ഒരാൾ ഒരു അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തിട്ട് ഒരു ബോഡി മൂവ് ചെയ്യിപ്പിക്കുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഒരേ ഡയറക്ഷനിൽ ആൻഡ് ഫോഴ്സ് അപ്ലൈ ചെയ്തതും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിൽ. പോസിറ്റീവ് വർക്ക് ഡൺ ഓർ നെഗറ്റീവ് വർക്ക് ഡൺ? പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഗ്രാവിറ്റേഷണൽ? നോ, അപ്ലൈഡ് ഫോഴ്സ് ആണ് ഇവിടെ ചോദിച്ചത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ അല്ല, അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ ആണ്. ശ്രദ്ധിക്കുക. പോസിറ്റീവ്. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്, work done by a resistive force of air on a vibrating pendulum. Work done by a resistive force of air on a vibrating pendulum. എന്തിനു സോറി? നീ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, തെറ്റ് സാധാരണയല്ലേ സംഭവിക്കുന്നത്. ദാറ്റ്സ് ഓക്കെ. വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഓൺ വൈബ്രേറ്റിംഗ് പെൻഡുലം. റെസിസ്റ്റീവ് ഫോഴ്സിൻ്റെതാണ് ചോദിച്ചത്. റെസിസ്റ്റീവ് ഫോഴ്സ് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് പറയാ? റെസിസ്റ്റീവ് ഫോഴ്സിൻ്റേത് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? ആക്ച്വലി ഐ വാണ്ട് ടു സേ അനുവിന്ദ് ആൻഡ് സെയ്ദ്. നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഇവിടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഇത് കാണിച്ചുകൊണ്ട് എനിക്കും ഒരു പ്രശ്നവും ഇല്ല. അവിടെ അറ്റ്ലീസ്റ്റ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ ഇതിവിടെ നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാണ്. ഇഫ് യു ആർ എ +1 or +2 സ്റ്റുഡൻറ്റ്, ജസ്റ്റ് ഗോ ആൻഡ് ലേൺ വെറെവർ യു വാണ്ട്. ഓക്കെ, so work done by the resistive force of air on a vibrating pendulum. ഒരു പെൻഡുലം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് ചോദിച്ചത്. നമ്മൾ പറഞ്ഞായിരുന്നു ഫ്രിക്ഷണൽ ഫോഴ്സ് നെഗറ്റീവ് ആണെന്ന്. അതുപോലെ തന്നെ റെസിസ്റ്റീവ് ഫോഴ്സും ആണ് എന്ത്? റെസിസ്റ്റീവ് ഫോഴ്സും നെഗറ്റീവ് ആണ്. റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് കേട്ടാൽ നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, അവിടെ പിന്നെ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ട. റെസിസ്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ നെഗറ്റീവ്. സോ ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റേത് നെഗറ്റീവ്. And this also positive. Then work done by the resistive force also negative. Okay, clear? Next, very very important question. An object is dropped from a height h as shown. Okay, diagram നിങ്ങൾ കാണുന്നില്ലേ? Show that the total energy is conserved at the point A, B, C. ഈ A, B, C എന്ന് പറയുന്ന 3 പോയിന്റിൽ എൻ്റെ ഒരു പ്രാവശ്യം മിസ് പറയുന്നത് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേ. റീഫ്രഷ് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ചാപ്റ്ററും കൂടി തീർക്കാനുണ്ട്. An object dropped from a height h as shown in the figure. Show the total energy is conserved at the point A, B, C. എയിലും ബിയിലും സിയിലും നമുക്ക് എന്ത് കിട്ടണം? ഒരേ എനർജി കിട്ടണം. ഓക്കെ, സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എനർജി വിച്ച് ഇസ് നത്തിങ് ബട്ട് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടണം? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് ആദ്യം അപ്പോൾ എവിടെ തുടങ്ങാം? എയിൽ തുടങ്ങാം. അറ്റ് എയിൽ എന്താണ് നടക്കുന്നത് നോക്കാം. എ എന്ന് പറയുന്നത് ഒരു എച്ച് ഹൈറ്റിലാണ്. ഒരു എച്ച് ഹൈറ്റിലാണ് എ വെച്ചിരിക്കുന്നത് അല്ലേ? ഒരു എച്ച് ഹൈറ്റിലാണ് എ വെച്ചിരിക്കുന്നത്. അപ്പോൾ എച്ച് ഹൈറ്റിൽ വെക്കുമ്പോൾ അറ്റ് എ ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവുമോ? കൈനറ്റിക് എനർജി 0. റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനോ വെലോസിറ്റി ഉണ്ടാവില്ല. വെലോസിറ്റി ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. സോ വി ക്യാൻ റൈറ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദെൻ പൊട്ടൻഷ്യൽ എനർജി. മാക്സിമം ഹൈറ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമോ? യെസ്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു mgh ആണ്. ഇവിടെ h ഈസ് ഈക്വൽ ടു എന്താണ് തന്നത്? ക്യാപിറ്റൽ H ആണ്. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ്. സോ പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു mgh.
ഓക്കെ, ദെൻ ടോട്ടൽ എനർജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോട്ടൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. സോ 0. ദിസ് ഇസ് നത്തിങ് ബട്ട് ടോട്ടൽ എനർജി which is equal to mgh. This is the first equation. അപ്പോൾ അറ്റ് എയിൽ നമുക്ക് എന്ത് കിട്ടി? mgh കിട്ടി. സി, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ചിലപ്പോൾ സ്മോൾ ലെറ്റർ എച്ച് ആയിരിക്കില്ല, അവിടെ തന്ന ലെറ്റർ വേണം കേട്ടോ യൂസ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ ഹൈറ്റ് കൊടുത്തത് എ ടു സി ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ്. മിന്നു, നെക്സ്റ്റ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പോൾ എയിൽ കണ്ടുപിടിച്ചു, നെക്സ്റ്റ് നമുക്ക് ബിയിൽ കണ്ടുപിടിക്കാം. അറ്റ് ബിയിൽ നോക്കുക. അറ്റ് ബിയിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും, കൈനറ്റിക് എനർജി ഉണ്ടാകും, കാരണം ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി ആൻഡ് അറ്റ് എ ഹൈറ്റ് തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് നോക്കാം? പൊട്ടൻഷ്യൽ എനർജി നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? mgh ആണ്. ഫ്രം ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ ഹൈറ്റ് നോക്കേണ്ടത്. ഫ്രം ഗ്രൗണ്ടിൽ നിന്ന് എത്രയാണ്? സ്മോൾ ലെറ്റർ എച്ച്, mgh. സോ നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, ഞാൻ വേറെ ഇലാബറേറ്റ് ചെയ്ത് എഴുതണ്ടല്ലോ. ദെൻ കൈനറ്റിക് എനർജി കാണണമെങ്കിൽ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ നമുക്ക് വെലോസിറ്റി അറിയില്ല. വെലോസിറ്റി അറിയാൻ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ? യു സ്ക്വയർ ഇനിഷ്യലി ബോഡി റെസ്റ്റിലായിരുന്നു, അതുകൊണ്ട് 0. ദെൻ 2as എന്താണ്? 2g. s എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് നോക്കുക. അറ്റേ ഹൈറ്റിൽ നിന്നത് എത്ര മൈനസ് ചെയ്യണം? സ്മോൾ ലെറ്റർ h, 2g h മൈനസ് h. ഇതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? സോ കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് m 2g h മൈനസ് h. ഇവിടെ 2 ക്യാൻസൽ ആയി പോകുന്നു. വാട്ട് വിൽ ഗെറ്റ്? mg h മൈനസ് h. വെരി ഗുഡ്. mgh എങ്ങനെ? പൊട്ടൻഷ്യൽ എനർജി ആണോ? സി, പൊട്ടൻഷ്യൽ എനർജി നമ്മൾ മുകളിൽ നിന്ന് താഴേക്കല്ല നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യുക, താഴെ നിന്ന് മുകളിലേക്കാണ്. അറ്റ് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിൽ വെച്ചു എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ എത്ര ഹൈറ്റ് ഇൻക്രീസ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് നോക്കുക. ഇവിടെ നോക്കിയേ, ഗ്രൗണ്ടിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എച്ച് അല്ലേ? അതാണ് എന്ത് എഴുതിയത്? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh എന്ന് എഴുതിയത്. ക്ലിയർ ആണോ? ഓക്കെ, ഐ ഹോപ്പ്. ഓക്കെ, സോ mgh മൈനസ് h കിട്ടിയാൽ നമുക്ക് എന്ത് എഴുതാം? നമ്മളുടെ ഇക്വേഷൻ ടോട്ടൽ എനർജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഞാൻ ഇനിയും എഴുതുന്നില്ല. അപ്പോൾ mgh മൈനസ് mgh പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh. സോ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ടാകും? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgh. ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? സോ നൗ നമുക്ക് ഒന്നും കൂടി ചെയ്യാനുണ്ട്. ഏതാണ്? അറ്റ് സിയിൽ എത്രയാണെന്നുള്ളത് അല്ലേ? സി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗ്രൗണ്ടിലെത്തുമ്പോൾ എന്താണ് അവസ്ഥ? ഗ്രൗണ്ടിലെത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഹൈറ്റ് ഉള്ള വസ്തുവിനെ എന്തുണ്ടാവുള്ളൂ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഗ്രൗണ്ടിലാകുമ്പോൾ ഹൈറ്റ് 0 ആയി. പൊട്ടൻഷ്യൽ എനർജി അപ്പോൾ എന്താകും? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് h ഇസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ mgh 0 ആയിപ്പോയി. നെക്സ്റ്റ് എന്താണ്? കൈനറ്റിക് എനർജി എങ്ങനെയാണ് കാണുക? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. സെയിം വേ ഹാഫ് എം വി സ്ക്വയർ. സോ എന്താണ്? നമുക്ക് എന്ത് കാണണം? വി സ്ക്വയർ കാണണം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. സോ യു സ്ക്വയർ എന്താണ്? 0 ആണ്. 2 ഇൻറ്റു ജി ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാ നോക്കിയേ? ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരുന്നു? എന്ന് മുകളിലേക്ക് താഴേക്ക് വന്നപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? h അല്ലേ? സോ 2gh. സോ നമ്മൾ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷനിൽ കൊടുക്കുന്നു ഹാഫ് 2mgh. 2 ഗെറ്റ് ക്യാൻസൽ. ലാസ്റ്റ് എന്ത് ഉണ്ടാകും? mgh. സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് mgh plus 0 which is equal to mgh. Okay. ക്ലിയർ ആണോ? സോ ഇവിടെ 3 കേസിൽ നമുക്ക് എന്താണ്? സെയിം ആണ് കിട്ടിയത് അല്ലേ? വിച്ച് മീൻസ് എന്ത് എഴുതണം?
മെക്കാനിക്കൽ എനർജി ഓർ വി ക്യാൻ സേ ദ ടോട്ടൽ എനർജി അറ്റ് ദ പോയിന്റ് ലാസ്റ്റ് നിങ്ങൾ ഇങ്ങനെ എഴുതണം ടോട്ടൽ എനർജി അറ്റ് ദ പോയിന്റ് എ ബി സി ഈസ് കൺസേർവ്ഡ്. നാളെ ഈ സമയത്ത് തന്നെ ക്ലാസ് അല്ലേ, നാളെ മോർണിംഗ് സെഷനും ഉണ്ട് ഈവനിങ് സെഷനും ഉണ്ട് കേട്ടോ. ഒരു 3 o'clock ആകുമ്പോൾ ആഫ്റ്റർനൂൺ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് ക്ലിയർ ആണല്ലോ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും, നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. നെക്സ്റ്റ്, ഗ്രാഫ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ആൻഡ് ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഓസിലേറ്റിംഗ് സ്പ്രിംഗ് ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി, ഏതാണ് കൈനറ്റിക് എനർജി? ഏതാണ് പൊട്ടൻഷ്യൽ എനർജി, ഏതാണ് കൈനറ്റിക് എനർജി? എങ്ങനെയാ കണ്ടുപിടിക്കുക? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? സി എന്താണ്? സി എന്തായിരിക്കും? നിങ്ങൾ പറ. പൊട്ടൻഷ്യൽ എനർജി സി. പൊട്ടൻഷ്യൽ എനർജി എന്താ സി വരുന്നേ? പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാ സി വരിക? ഒന്ന് നോക്കിയേ. മാക്സിമം ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണോ? മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ പൊസിഷനിലോ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയാ? അത് കാരണം ഗെയിൻ ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. അപ്പൊ മാക്സിമം ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണോ? അല്ല, മാക്സിമം ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി 0 അല്ല. അതുകൊണ്ട് സി നോക്കിയാൽ ഇവിടെ മാക്സിമം ഹൈറ്റിൽ എന്താണ് പറഞ്ഞത്? പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് പൊട്ടൻഷ്യൽ എനർജി ആവുമോ? മേലേക്ക് പോകുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. ഇവിടെ നോക്കിയേ, സി മാക്സിമം ആയപ്പം 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബി ആണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് സി ആണ് എന്ത്? കൈനറ്റിക് എനർജി. ആൻഡ് പിന്നെ വേറെ എന്താണ്? നമ്മുടെ ടോട്ടൽ എനർജി എന്താണ്? എ ടോട്ടൽ എനർജി. ബി പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, സോ നെക്സ്റ്റ്, derive an expression to find out the potential energy of a spring. ഓക്കെ, ഒരു സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഡയഗ്രാം വരച്ച് വെക്കണം. ഓക്കെ, അതായത് എന്താ അവിടെ ചെയ്തിരിക്കുന്നത്? ഒരു സ്പ്രിങ് അതൊരു റിജിഡ് മാസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഒരു റിജിഡ് മാസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ആൻഡ് അതർ സൈഡ് എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? അതർ സൈഡ് ഒരു ബ്ലോക്ക് ഓഫ് മാസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വരയ്ക്കാൻ ചോദിക്കുമോ? ഇത് വരയ്ക്കാനായിട്ട് ചോദിക്കില്ല. പക്ഷെ നമ്മുടെ എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നത് കംപ്ലീറ്റ് ആവണമെങ്കിൽ, കോൺസെപ്റ്റ് ക്ലിയർ ആവണമെങ്കിൽ ഇത് വരയ്ക്കണം. ഇത് വരയ്ക്കാൻ വലിയ പണിയൊന്നുമില്ല. ഓക്കെ, ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വരച്ചു വെച്ചു എന്നേ ഉള്ളൂ. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. ദെൻ ഒരു സ്പ്രിങ് കണക്ട് ചെയ്യുക. ഓക്കെ, ആ സ്പ്രിങ്ങിന്റെ ഒരു എൻഡിൽ എന്ത് കണക്ട് ചെയ്യുക? സ്പ്രിങ്ങിന്റെ ഒരു എൻഡിൽ എന്ത് കണക്ട് ചെയ്യുക? ഒരു ബ്ലോക്ക് ഓഫ് മാസ് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു അതിന്റെ മെയിൻ പൊസിഷൻ, ഈ നടുവിലൂടെ വരച്ചത്. കാരണം ബാക്കി എന്താണ്? ഞാനൊരു ഫോഴ്സ് കൊടുത്ത് അതിനെ വലിച്ചതാണ്, ഇങ്ങോട്ട് വലിച്ചതാണ് അല്ലേ? അതിനെ അങ്ങോട്ട് വലിക്കുമ്പോൾ അവിടെ എന്ത് ഫോഴ്സ് ഡെവലപ്ഡ് ആവും? അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ആവില്ലേ? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു -x എന്ന് എഴുതാം. റൈറ്റ്, അപ്പൊ അതിനെ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു -kx. ഇത് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ കേസിലാണ് കേട്ടോ. അപ്ലൈഡ് ഫോഴ്സിന്റെ കേസിലാണെങ്കിൽ ആ നെഗറ്റീവ് സൈൻ വരില്ല. ഓക്കെ, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ക്ലിയർ ആണോ? സോ വർക്ക് ഡൺ DW ശ്രദ്ധിക്കുക. വർക്ക് ഡൺ DW ഈസ് ഈക്വൽ ടു FdX. സോ DW ഈസ് ഈക്വൽ ടു എഫിന് പകരം എന്താണ്? -kx dx. ഓക്കെ, നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു? ഇന്റഗ്രേറ്റ്. വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് 0 to x. 0 എന്ന് പറയുന്നത് മീൻ പൊസിഷൻ. അവിടുന്ന് നമ്മൾ എത്ര ദൂരത്തേക്ക് നമ്മൾ വലിച്ചു എന്നുള്ളതാണ് നോക്കുന്നത്. സോ x -kx dx. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതാം? -kx നമുക്ക് എടുത്ത് പുറത്തിടാം അല്ലെ? -kx അല്ല -k. കാരണം എന്താണ്? അവർ കോൺസ്റ്റന്റ് ആണ്. -k ഞാൻ എടുത്ത് പുറത്തിട്ടു.
എന്നിട്ട് എക്സ് ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്തു. എക്സ് ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ, എക്സ് റേസ് ടു n plus 1 divided by n plus 1. So x raised to 1 plus 1 divided by 1 plus 1 we'll get minus k x square by 2. നമ്മളുടെ ലിമിറ്റ് എങ്ങോട്ടാണ് 0 to x ആണ് അല്ലേ, ലിമിറ്റ് 0 to x ആണ്. സോ എന്ത് വരും വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് കെ ലിമിറ്റ് 0 to x എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 0 സ്ക്വയർ ബൈ 2. കാരണം 0 to x ആകുമ്പോൾ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, ദെൻ നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. സോ എന്ത് കിട്ടും, ഈ ടേം ഇല്ലാണ്ടാവും, ദെൻ മൈനസ് കെ എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് സ്ക്വയർ ബൈ 2. ഇതിന് നമുക്ക് എന്ത് എഴുതാം, ഈ വർക്ക് ഡൺ തന്നെയാണ് ഇവിടെ എന്ത് മാറിയത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയത്. ഓക്കെ, അവിടെ നമ്മൾ അതിനെ വലിച്ച വർക്ക് ഡൺ തന്നെയാണ് അവിടെ എന്തായിട്ട് മാറിയത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയത്. സോ വി ക്യാൻ റൈറ്റ് യു ഈസ് ഈക്വൽ ടു ഹാഫ് മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇങ്ങനെ എഴുതിയാലും എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ദിസ് ഇസ് ദ കെ എന്ന് പറയുന്നത് എന്താണ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. കെ എന്താണ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ, ക്ലിയർ ആണോ? ഇനി കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് ആയിരുന്നു എടുത്തെങ്കിൽ മൈനസ് ഉണ്ടാവില്ലായിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് വരും. അപ്പൊ നമ്മളുടെ ഇത് എന്ത് വരും, പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും, ഹാഫ് കെ എക്സ് സ്ക്വയർ വരും. ഓക്കെ, ഇറ്റ് ഓക്കെ? Yes, clear. Okay. So next, power is the rate at which work is done. Express power in terms of velocity and force. Very important. Power എന്ന് പറയുന്നത് റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ് നമുക്കറിയാം. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, പവർ ഈസ് ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി ടി, റേറ്റ് ഓഫ് വർക്ക് ഡൺ അല്ലേ. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, പവർ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ബൈ ടി എന്ന് എഴുതിക്കൂടെ. ഈ എസ് ബൈ ടി എന്താണ്, എസ് ബൈ ടി ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താണ്, വെലോസിറ്റി ആണ്. ദിസ് ഇസ് വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി. സോ പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി. മനസ്സിലായോ? എങ്ങനെ എഴുതുന്നത്, സിമ്പിൾ ഡെറിവേഷൻ ആണ്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്നതാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. An elevator carrying the maximum load of 1800 kg is moving up with a constant speed 2 meter per second inverse. Okay, the frictional force opposing the motion is 4000 Newton. ഒരു എലവേറ്ററിൽ എന്തുണ്ട്, മാക്സിമം ലോഡ് എത്രയാണ്, 1800 കിലോഗ്രാം ആണ്. മൂവിങ് അപ്പ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്, ഒരു 2 മീറ്റർ പെർ സെക്കൻഡ് ഇൻവേഴ്സിലാണ് അത് മൂവ് ചെയ്യുന്നത്. അവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്, അത് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. ഓഫ് കോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും, 4000 ന്യൂട്ടൺ ആണ്. ഡിറ്റർമൈൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടോർ ടു ദ എലവേറ്റർ. ആ എലവേറ്ററിന് മോട്ടോർ കൊടുത്ത മിനിമം പവർ ആണ് എന്ത് പറഞ്ഞത്, പവർ ആണ് ചോദിച്ചത്, കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വേഗം പറഞ്ഞേ. ആദ്യം നമുക്ക് എന്ത് കാണാം, അവിടുത്തെ വെയിറ്റ് കണ്ടുപിടിക്കാം അല്ലേ. വെയിറ്റിന്റെ ഇക്വേഷൻ എന്താണ്, വെയിറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി. ജി 9.8 അവിടെ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് എടുക്കാം, 10 എടുക്കാം. സോ എം എത്രയാണ്, 1800 ഇൻറ്റു 10 വിച്ച് ഈസ് ഈക്വൽ ടു 18,000 അല്ലേ, 18,000 ന്യൂട്ടൺ. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്, ഗ്രാവിറ്റേഷൻ ഇപ്പം എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്, എത്രയാണെന്ന് പറഞ്ഞത്, 4000 ന്യൂട്ടൺ. ഫ്രിക്ഷണൽ ഫോഴ്സ് 4000 ന്യൂട്ടൺ ആണ് പറഞ്ഞത്. അപ്പം ടോട്ടൽ അവിടെയുള്ള ഫോഴ്സ് നമുക്ക് എങ്ങനെ എടുക്കാം, ടോട്ടൽ അവിടെയുള്ള ഫോഴ്സ് നമുക്ക് വെയിറ്റ് പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എടുത്താൽ അവിടുത്തെ ടോട്ടൽ കിട്ടിയില്ലേ. സോ വെയിറ്റ് പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു 18,000 പ്ലസ് 4,000 which is equal to how much, 22,000 Newton.
ഓക്കെ, ഇത്രയും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എന്തൊക്കെ കിട്ടി നമുക്കിപ്പോൾ? ഓക്കെ, നിഖിലിന് കിട്ടിയിട്ടുണ്ട് 22,000 കിട്ടിയിട്ടുണ്ട്. 22,000 വെറും 22,000 ഇടരുത്. യു ഷുഡ് പുട്ട് ദ യൂണിറ്റ്. ഓക്കെ, ഷഹീം, ഹലോ ഷഹീം. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? CP/CV കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയമുള്ള റിലേഷൻ ഓൾറെഡി പറഞ്ഞാണല്ലോ. നമ്മൾ നേരത്തെ ഫസ്റ്റിലെ ക്ലാസ്സിലും സ്പെസിഫിക് ഹീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പവർ കണ്ടുപിടിക്കണം. യെസ്, നെക്സ്റ്റ് നമുക്ക് പവർ കണ്ടുപിടിക്കണം. പവറിന്റെ ഇക്വേഷൻ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്? 22,000 ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? ക്വസ്റ്റ്യനിൽ നോക്കിയേ, വെലോസിറ്റി ഇസ് 2 m/s. വെലോസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എത്ര കിട്ടും? 44,000 വാട്ട് അല്ലേ? 44,000 വാട്ട് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? യെസ്, 22,000 × 2. വെരി ഗുഡ്. ഇനി നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്ന് ക്വസ്റ്റ്യൻ നോക്കുക. ഒരു സി ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പവർ എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മുടെ സി ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്രസ് യുവർ ആൻസർ ഇൻ ഹോഴ്സ് പവർ. എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? എക്സ്പ്രസ് യുവർ ആൻസർ ഇൻ ഹോഴ്സ് പവർ. ഹോഴ്സ് പവറിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? എന്താ ചെയ്യുക? ഈസിയാണ്. പവർ ഇസ് ഈക്വൽ ടു 44,000 ഡിവൈഡഡ് ബൈ 746. എത്ര കിട്ടുന്നത് നോക്കിയേ. യെസ്, ഗുഡ്. അതായത് വാട്ട് എത്രയാണോ നമുക്ക് കിട്ടിയ വാട്ട് അതിനെ എത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 746 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഐ തിങ്ക് 59 or something, 58 point something കിട്ടും അല്ലേ? ഐ തിങ്ക് 59. സോ 59, 58 point something ആണെന്ന് തോന്നുന്നു. ക്ലിയർ? 7 അല്ല കേട്ടോ അത്. Okay, Alex, good. So moving on, next. 58.9. Okay. So next നമുക്ക് കുറച്ച് സിനാരിയോസ് തന്നിട്ടുണ്ട്. പോസിറ്റീവ് വർക്ക് ഡൺ ആണോ, നെഗറ്റീവ് വർക്ക് ഡൺ ആണോ, സീറോ വർക്ക് ഡൺ ആണോ എന്ന് പറയണം. സോ ക്വസ്റ്റ്യൻ ഈസ് ഫസ്റ്റ് വൺ, വർക്ക് എവിടെ പോയി? മിന്നു നിർത്തിപ്പോയോ? First one, work was done by centripetal force in circular motion. Work was done by centripetal force in circular motion. അതായത് ഒരു സർക്കുലർ മോഷനിൽ ഉണ്ടാകുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സും തമ്മിലുള്ള സർക്കുലർ മോഷൻ്റെ വർക്ക് ഡൺ എന്തായിരിക്കും? അലക്സ്, പോസിറ്റീവ്. നോ, ദാറ്റ് ഈസ് നെഗറ്റീവ്. അല്ല, എന്താണ്? 0 ആണ്. കാരണം എന്താണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് എങ്ങോട്ടാ ആക്ട് ചെയ്യുക? അതിൻ്റെ സെൻറ്ററിൽ നിന്ന് പോയിന്റിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? സർക്കുലർ മോഷനിൽ വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? ഇനി ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലേ? വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സെൻറ്റർ അല്ലേ? പെർപെൻഡിക്കുലർ ടു ദ സെൻറ്റർ, അതായത് 90 ഡിഗ്രി ആണെന്നല്ലേ? 90 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ സർക്കുലർ മോഷൻ്റെ കേസിൽ അതെന്താണ്? 0 ആണ്. 0. Okay, which is 0. Next, work done via friction. Easy. Work done via friction എന്താണ്? Work done via friction ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രിക്ഷൻ എന്ന് കണ്ടാൽ നെഗറ്റീവ്. Then work done by the gravitational force on a freely falling body. ഒരു ഫ്രീലി falling ബോഡിയിൽ വർക്ക് ഡൺ ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്താണെന്നാണ് ചോദിച്ചത്. ഒരു ഫ്രീലി falling ബോഡിയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ. യെസ്, ഗുഡ്. പോസിറ്റീവ് വർക്ക് ഡൺ. വെരി ഗുഡ്. Next question. Work was done by the applied force in lifting object. Work was done by the applied force in lifting object. Work was done by the applied force in lifting object. പോസിറ്റീവ്. അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്നതൊക്കെ എപ്പോഴും എന്തായിരിക്കും? അപ്ലൈഡ് ഫോഴ്സ് ചെയ്തിട്ട് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ
അതെന്തായിരിക്കും? അത് പോസിറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന പോസിറ്റീവ്. ഓക്കെ, കാരണം അപ്ലൈഡ് ഫോഴ്സ് മുകളിലേക്കാണ് കൊടുക്കുന്നത്, മുകളിലേക്കാണ് അത് ലിഫ്റ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ്, the energy of a body is defined as its capacity to do work. Energy എന്ന് പറയുന്നത് എന്താണ്? Capacity to do work ആണ്. So the energy possessed by a body by virtue of its motion is called what? Energy possessed by a body. +2 ക്ലാസ് ഉണ്ടോ? +2 ക്ലാസ് ഫിസിക്സിന്റെ +2ന്റെ എക്സാം കഴിഞ്ഞില്ലേ? ഇനി ബാക്കി സബ്ജക്റ്റിന്റെ നടക്കുന്നുണ്ടല്ലോ. യെസ്, ഗുഡ്. കൈനറ്റിക് എനർജി, അതായത് മോഷൻ കൊണ്ട് ആ ഒബ്ജക്റ്റിന് കിട്ടുന്ന എനർജിനെ നമുക്ക് കൈനറ്റിക് എനർജി എന്നും പറയാം. ആൻഡ് പിന്നെയോ പൊസിഷൻ കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് കൊണ്ടോ കിട്ടുന്നതിന് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. സോ ദിസ് ഇസ് കൈനറ്റിക് എനർജി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോഡി ഓഫ് മാസ് 5 kg ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഇനീഷ്യലി ആ ഒബ്ജക്റ്റ് എന്തായിരുന്നു? റെസ്റ്റിലായിരുന്നു. ഓക്കെ, 5 kg ഉള്ള ഒരു ഒബ്ജക്റ്റ് which is subjected into a horizontal force of 20 Newton. 20 Newton ഫോഴ്സ് എന്ത് ചെയ്തു? അതിന്റെ മുകളിൽ ആക്ട് ചെയ്തു. What is the kinetic energy acquired by the body at the end of 10 seconds? 10 സെക്കൻഡിൽ ആ ബോഡി അക്വയർ ചെയ്തിട്ടുള്ള കൈനറ്റിക് എനർജിയാണ് ചോദിക്കുന്നത്. എങ്ങനെയാ ചെയ്യാം? എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? u is equal to how much? എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് ഈ ചാനലിൽ +1 +2ൻ്റെ ക്ലാസ് ടാർഗറ്റ് ലേണിംഗ് ആപ്പ് എന്നുള്ള ചാനലിൽ നടക്കുന്നുണ്ട്. ഓക്കെ, സോ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. യു വിൽ ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ ഇഫ് യു സബ്സ്ക്രൈബ്ഡ്. സോ യു എന്ന് പറയുന്നത് എത്രയാണ്? യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 0. ആൻഡ് നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതാം. ടി എന്ന് പറയുന്നത് എത്രയാണ്? ടി ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്. ടി എന്ന് പറയുന്നത് 10 സെക്കൻഡ്. ദെൻ പിന്നെന്താ തന്നിട്ടുള്ളത്? എം എന്ന് പറയുന്നത് 5 kg. എം എന്ന് പറയുന്നത് 5 kg. ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ അല്ലേ? ഫ്രം സെക്കൻഡ് ന്യൂട്ടണിലോ നമുക്ക് എന്തറിയാം? ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നറിയാം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിച്ചൂടെ? ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഫോഴ്സ് ബൈ മാസ്. ഫോഴ്സ് ബൈ മാസ് എത്ര കിട്ടും? ഫോഴ്സ് എത്രയാണ്? 20/5 എത്രയാണ്? വിച്ച് ഇസ് ഈക്വൽ ടു 4 m/s². ഓക്കെ, ഇതാണ് നമ്മളുടെ ആക്സിലറേഷൻ. നെക്സ്റ്റ്, ഒരാളാരോ കമന്റ് ചെയ്ത് കണ്ടായിരുന്നല്ലോ, v is equal to u plus at. You deleted it. That's correct. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കണം. v is equal to u plus at. അപ്പോൾ എത്രയാണ്? u എന്ന് പറയുന്നത് 0 + 4 × 10 which is equal to 40 m/s അല്ലേ? വെലോസിറ്റി കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചൂടെ? കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ½ mv². ഹാഫ് മാസ് എത്രയാണ്? മാസ് എന്ന് പറയുന്നത് 5 ആണ്. സോ 5 × v എന്ന് പറയുന്നത് 40² ആണ്. സോ 40², റൈറ്റ്? സോ ഇത് എത്ര കിട്ടും? സോ ദിസ് ഇസ്, യു വിൽ ഗെറ്റ് 4. ഓക്കെ, ക്യാൻസലിങ്. സോ 4 × 10⁻³ യെസ്. യൂണിറ്റ് എന്താണ്? വേഗം പറഞ്ഞേ. കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് എന്താ? കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് എന്താ? വേഗം പറ. യെസ്, ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. ഞാനൊന്ന് ഷോർട്ടാക്കി എഴുതിയിട്ടുള്ളൂ. യെസ്, കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് ജൂൾ. വെരി ഗുഡ്. ജൂൾ ഇസ് ദ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. നെക്സ്റ്റ് നിങ്ങൾ ആൻസർ ചെയ്യണേ. ഓക്കെ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്. State whether the following statement is true or false. Statement is this: the change in kinetic energy of a particle which is equal to the work done on it by the net force. ഒരു പാർട്ടിക്കിളിന്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ആണ് പറയുന്നത്. വിച്ച് ഇസ് കറക്റ്റ് ഓർ നോട്ട്? കറക്റ്റ് ആണോ? ട്രൂ. വെരി ഗുഡ്. യെസ്, ദാറ്റ്സ് ട്രൂ. നമ്മളുടെ ഏത് തിയറാണത്? ഏത് തിയറാണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഏത് തിയറാണ്? വർക്ക് എനർജി തിയറം. വെരി ഗുഡ്. ഓക്കെ, സോ നെക്സ്റ്റ്
Force is question നിങ്ങൾക്ക് clear അല്ലേ? Question clear അല്ലേ? Okay, I hope so. Yes. Okay. Force is required to lift a body from the ground to a height h. Okay. And work is measured as a product of force and magnitude of displacement. നമുക്ക് അറിയുന്ന കാര്യമാണ്. Name the energy possessed by the body at maximum height. Write the equation for it. ഏത് എനർജിയാണത്? ഏത് എനർജിയാണ്? ഏത് എനർജിയാണ്? അറ്റ് ഹൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഗെയിൻ ചെയ്യുന്ന എനർജി ഏതാണ്? പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ potential energy. Potential energy. What is the equation for potential energy? Potential energy യുടെ equation എന്താണ്? Potential energy U is equal to mgh. അല്ലേ? mgh. Very good. Next, a man of 60 kilogram carry a stone of mass 20 kilogram to the top of a multi-storied building of a height of 50 meter. Right. Calculate the total energy spent by him. G എന്ന് പറയുന്നത് 9.8 meter per second square എടുക്കാൻ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് കാണുക? എന്തൊക്കെ തന്നിട്ടുണ്ട്? ആദ്യം എഴുതുക മാസ് ഓഫ് മാൻ. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ വൃത്തിയിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് എഴുതണം കേട്ടോ. മാസ് ഓഫ് മാൻ. മാസ് ഓഫ് മാൻ ഇസ് ഈക്വൽ ടു 60 കിലോഗ്രാം. ഓക്കെ. നെക്സ്റ്റ് മാസ് ഓഫ് സ്റ്റോൺ. മാസ് ഓഫ് സ്റ്റോൺ എത്രയാണ്? മാസ് ഓഫ് സ്റ്റോൺ ഇസ് ഹൗ മച്ച്? Mass of stone is 20 kilogram. Right. Height is how much? Height is 50 meter. 50 meter. So force കാണാനുള്ള equation എന്താണ്? Force കാണാനുള്ള equation എന്താണ്? Force കാണാനുള്ള equation എന്താണ്? Force is equal to what? Force എങ്ങനെ കാണാം നമുക്ക്? MA. പക്ഷേ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ ഒക്കെ കാണാൻ നിൽക്കണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒക്കെ കണക്കാണ്. ജി എടുത്താൽ പോരെ. സോ വി ക്യാൻ റൈറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg. ഇനി എം എടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരാളുടേത് മാത്രം എടുത്താൽ മതിയോ? എം എടുക്കുമ്പോൾ നമുക്ക് രണ്ടാളുടേതും എടുക്കണം. മാസ് ഓഫ് മാനും എടുക്കണം, മാസ് ഓഫ് സ്റ്റോണും എടുക്കണം. അല്ലേ? മാസ് ഓഫ് മാനും മാസ് ഓഫ് സ്റ്റോണും എത്ര കിട്ടും? 80 കിട്ടും. സോ എഫ് ഇസ് ഈക്വൽ ടു 80 ഇൻറ്റു 9.8. ഓക്കെ. F is equal to force is equal to mg which is equal to 80 into 9.8. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞോ? ഫോഴ്സ് കണ്ടുപിടിച്ച പ്രശ്നം തീരുമോ? ഇല്ല. നമുക്ക് എന്തും കൂടി വേണം? വർക്ക് ഡൺ. വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു mgh ആണ്. ആ mg ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് അല്ലേ? സോ അതെന്താണ്? 80 ഇൻറ്റു 9.8 ഇൻറ്റു 50. നിഹാൽ അമീൻ നോ. യെസ് കറക്റ്റ്. 80 ഇൻറ്റു 9.8 ഇൻറ്റു 50. into 9.8 into 50. How much you will get? Very good. 39,200. Yeah, good. 39200. Very good. Unit എഴുതാൻ മറക്കരുത്. Joule. Don't forget to write the unit. Work done is equal to 39,200 joule. Okay, good. Question clear അല്ലേ എല്ലാവർക്കും? Question എല്ലാവർക്കും clear അല്ലേ? Okay, very good. Next question. Several such as billiards, marbles or caroms involves in collision. Yes. When two objects collide, after collision they could move together, then the collision is known as what? അതായത് രണ്ട് ഒബ്ജക്ട്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറ്റ് എ പോയിന്റ് ദേ കൊളൈഡ്. ആഫ്റ്റർ ദാറ്റ് ദേ മൂവ് ടുഗെദർ. രണ്ടും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. സെപ്പറേറ്റ് ചെയ്ത് സ്കാറ്റർ ചെയ്തിട്ടൊന്നല്ല പോകുന്നത്. രണ്ടും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. വിച്ച് ഈസ് ദാറ്റ്? ഓപ്ഷൻസ് ഉണ്ട്. ഇലാസ്റ്റിക്, കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്, കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക്. വിച്ച് വൺ? 1, 2, 3, 4. ഏതാ ഓപ്ഷൻ? ഏതാണ് ഓപ്ഷൻ?
Elastic. No, it's not only elastic, it's completely inelastic. The last one. Okay, completely inelastic. See the definition. The collision in which both linear momentum and kinetic energy conserved is called elastic collision. Okay, ഈ കൂട്ടിമുട്ടി രണ്ടും കൂടി ഒരുമിച്ച് പോകുമ്പോൾ രണ്ടും കൺസർവ്ഡ് ആവുമോ? ഇല്ല. സോ ലീനിയർ മൊമെന്റും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയാം. അത് ആക്ച്വലി ഒരു ഐഡിയൽ കേസും കൂടിയാണ്. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിന്റെ കേസിലൊക്കെ നടക്കുള്ളൂ കൊളീഷൻസ്, അത്തരം കൊളീഷൻസ്. Then the second one. Okay, the collisions in which linear momentum is conserved, kinetic energy is not conserved are called inelastic collision. Linear momentum is conserved, kinetic energy is not conserved. So part of the kinetic energy is transformed to the form of energy such as heat or sound, etc. Okay, Minnu, it's not elastic. Write it as perfectly inelastic. Perfectly inelastic. Nikhil, please clear that. I mean, correct it. It is perfectly inelastic. ചെറിയ ഇങ്ങനത്തെ ഒന്നും തെറ്റിക്കാൻ പാടില്ല. അതായത് നിങ്ങൾ അറിയാണ്ട് പോലും മാർക്സ് പോവാൻ പാടില്ല. So perfectly inelastic. So collision between two microscopic objects. പക്ഷേ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എങ്ങനെയാണ്? ഇപ്പം നമ്മളിവിടെ കണ്ടത് കൊളീഷൻ ബിറ്റ്വീൻ ലീനിയർ മൊമെന്റും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആവുന്നതും ലീനിയർ മൊമെന്റും കൺസർവ്ഡ് ആവുന്നതാണ്. സോറി, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എങ്ങനെയായിരിക്കും? അതായത് രണ്ട് ഒബ്ജക്ട്സ് കൊളൈഡ് ചെയ്ത് ആഫ്റ്റർ കൊളീഷൻ ദേ യൂസ് ടു മൂവ് ടുഗെദർ. ദാറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ഇതേപോലെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഷോ ദാറ്റ് ഇൻ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ, ഇലാസ്റ്റിക് കൊളീഷനിൽ എന്താണ്? ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലായിക്കോളണം അതിൽ എന്താണ്? മൊമെന്റം, കൈനറ്റിക് എനർജി വിച്ച് ഇസ് ബോത്ത് ആർ കൺസർവ്ഡ്. സോ ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ, റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഇസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. റിലേറ്റീവ് എന്നൊന്നും കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. അതായത് കൊളീഷന് മുമ്പുള്ള വെലോസിറ്റിയും കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ നമുക്കറിയാം, റൈറ്റ് ഹിയർ, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കറിയാം, നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെന്റ് അറിയാം അല്ലേ? ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെന്റം ഇസ് ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വിച്ച് മീൻസ് ദാറ്റ് ഇസ് കൺസർവ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? കൺസിഡർ ഒരു എം മാസുള്ളൊരു ഒബ്ജക്റ്റ് ആൻഡ് ദിസ് ഇസ് അതർ ഒബ്ജക്റ്റ്. ദിസ് ഇസ് m1 moving with u1, this is m2 moving with u2. I'm giving this as a and b. Okay, നെക്സ്റ്റ് കേസിൽ എന്താവുന്നു? ഇത് ഇവർ രണ്ടുപേരും കൂടി കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, m1 m2. ഓക്കെ ആണല്ലോ? ഇത് ഡ്യൂറിങ് കൊളീഷൻ. ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻ? കൊളൈഡ് ചെയ്തിട്ട് രണ്ട് വഴിക്ക് പോകുന്നു. ഓക്കെ, this is m1 m2 v1 v2, giving this as a b. Okay, m1 v1 m2 v2. Okay, now since linear momentum is conserved, നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ വേണം. മൊമെന്റം ഈസ് കൺസർവ്ഡ്. എന്താണ്? യെസ്, നിങ്ങളാൾ കൊള്ളാലോ. ലീനിയർ മൊമെന്റം ഈസ് കൺസർവ്ഡ്. എന്താണ്? m1 u1 പ്ലസ് m2 u2 which is equal to m1 v1 plus m2 v2, which means momentum before collision and momentum after collision which is equal to 0. After that എന്ത് വേണം? ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തൂടെ? ഐ മീൻ ഒരുമിപ്പിച്ചൂടെ? m1 into u1 മൈനസ് v1. 1ൻ്റെ ടേംസിനൊക്കെ ഒരു സൈഡിലേക്ക് എടുക്കുന്നു വിച്ച് ഇസ് ഈക്വൽ ടു m2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു v2 മൈനസ് u2. ഓക്കെ, മുകളിൽ ഞാൻ ഫസ്റ്റ് ഇക്വേഷനും താഴെയുള്ളതിന് രണ്ടാമത്തെ ഇക്വേഷനും കൊടുക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ജസ്റ്റ് 1 വന്ന ടേമിനെയൊക്കെ ലെഫ്റ്റ് സൈഡിലേക്കും 2 വന്ന ടേംസിനൊക്കെ ഞാൻ റൈറ്റ് സൈഡിലേക്കും എടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇസ് ഇറ്റ് ക്ലിയർ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, നെക്സ്റ്റ് കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. വെരി ഗുഡ്. സോ കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. So how we can write?
half m1 u1 square plus half m2 u2 square, which is equal to half m1 v1 square plus half m2 v2 square. ഓക്കെ, ഇങ്ങനെ കിട്ടും അല്ലേ? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ? m1 u1 square plus m2 u2 square, which is equal to m1 v1 square plus m2 v2 square. Okay, then after that again we are rearranging. എന്താണ്? m1ന്റെ 1ന്റെ ടേമിനേക്ക് ഒരു സൈഡിലേക്ക് ആക്കുന്നു. u1 square minus v1 square, which is equal to m2 into v2 square minus u2 square. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇർഫാൻ മേത്തർ, ഹായ് മിസ്. ഹലോ. ഷർമാൻ സെഡ്, ടീച്ചർ നെയിം എന്താ? അഞ്ജന. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തത് ക്ലിയർ ആണോന്ന്. മിന്നു, യെസ്. ഓക്കെ, ഗുഡ്. സോ നമ്മളിത് എന്താണ് എഴുതുന്നത്? കൈനറ്റിക് എനർജി എഴുതുന്നു. നെക്സ്റ്റ് നമ്മൾ ഇനി ഇതിന് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്നു. വിച്ച് മീൻസ് m1 u2 plus v1 into u1 minus v1 equal to m2 v2 plus u2 into v2 minus u2. ഓക്കെ, ഇതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കുന്നു കേട്ടോ. ഇനി ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ 2, ദിസ് ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇക്വേഷൻ 3ന് എന്ത് ചെയ്യുക? ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ 2. ഇക്വേഷൻ 3ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ്? വിൽ ഗെറ്റ് u1 plus v1 then which is equal to v2 plus u2. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. ഓക്കെ, then after that we will get u1 minus, ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ u1 minus u2 which is equal to v2 minus v1. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണോ? Shama Z, yes. Okay. So momentum before collision and after collision and kinetic energy before collision and after collision both are conserved. Line elastic is not that much important. Repeat ചെയ്ത് വന്നിട്ടുള്ളത് ഇതാണ്. സോ കൂടുതൽ മാർക്കിന് വരാൻ ചാൻസും ഇതാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. Then the next question. A ball at rest is dropped from a height of 12 meter. It loses 25% of its kinetic energy on striking the ground. Okay, find the height which it bounds. റെസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ബോൾ ഒരു ഹൈറ്റിൽ നിന്ന് 12 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഡ്രോപ്പ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഗ്രൗണ്ടിൽ തട്ടിയപ്പോൾ 25%, 25% കൈനറ്റിക് എനർജി ഗ്രൗണ്ടിൽ നഷ്ടപ്പെട്ടു. സോ ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ഇറ്റ് ബൗൺസ് ബാക്ക്. അതായത് അത്രയും ലോസ് ആയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാകും? അത് ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ടാകും അല്ലേ? സോ സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? mgh, ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ്, റൈറ്റ്? സോ mg into 12. നൗ ഈ പൊട്ടൻഷ്യൽ എനർജി തന്നെയായിരിക്കും എന്ത് വന്നത്? താഴെ എത്തിയപ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതും എന്താണ്? ഈ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് അല്ലേ? 25% ലോസ് ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ മുകളിലുള്ള പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് എന്ത് ചെയ്തത്? താഴെ എത്തി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതും, റൈറ്റ്? സോ കൈനറ്റിക് എനർജി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mg into ഹൈറ്റ് എത്രയാണ്? 12. ഓക്കെ, mg into 12. ദെൻ തട്ടിക്കഴിഞ്ഞിട്ട് അത് റീബൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? തട്ടിക്കഴിഞ്ഞിട്ട് അത് റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. റീബൗണ്ട് ചെയ്തപ്പോൾ ഓക്കെ, അറ്റേ ഹൈറ്റിലാണ് എന്തുള്ളത്? അറ്റേ ഹൈറ്റിലാണ് നമ്മളുടെ ബോൾ വെച്ചിരുന്നത്. 12 മീറ്റർ ഹൈറ്റിലായിരുന്നു നമ്മളുടെ ബോൾ വെച്ചിരുന്നത്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ബോൾ നമ്മൾ താഴേക്ക് ഇട്ടു. ഓക്കെ, ബോൾ നമ്മൾ താഴേക്ക് ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? താഴെ എത്തിയിട്ട് അത് പറഞ്ഞത് എന്താണ്? 25% അതിൻ്റെ എനർജി ലോസ് ആയിട്ടുണ്ട്. എന്നിട്ടും അതെന്ത് ചെയ്തു? ബൗൺസ് ബാക്ക് ചെയ്തു, തെറിച്ച് പിന്നെയും വന്നു. ഓക്കെ, നമ്മളിപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ പഠിച്ചപ്പോൾ, ലോ ഓഫ് കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണെന്ന് പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പൊട്ടൻഷ്യൽ എനർജി മുകളിലുള്ളത് മാക്സിമം ആയിരുന്നു. പിന്നെ നടുവിൽ എത്തിയപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നതിന് പിന്നെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരുന്നു, പക്ഷേ കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു.
വിച്ച് മീൻസ് എനർജി സെയിം ആണ്, ജസ്റ്റ് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നതേ ഉള്ളൂ. പൊട്ടൻഷ്യൽ എനർജി ആദ്യത്തെ പൊട്ടൻഷ്യൽ എനർജിയാണ് പിന്നെ എന്തായിട്ട് മാറിയത്, കൈനറ്റിക് എനർജി ആയിട്ട് മാറിയത്. സോ അറ്റ് എ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ഒരു എനർജി ഉണ്ടെങ്കിൽ അത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അത് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പം അതിന് ഗെയിൻ ചെയ്യുന്ന എനർജി എന്താണ്, ആ പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ട് ചെയ്ത് മാറുകയാണ്, കൈനറ്റിക് എനർജി ആവുകയാണ്. ഓക്കെ, സോ ഇവിടെ mgh എടുക്കുന്നു, mg into 12, അത് തന്നെയാണ് എന്താ അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു mg into 12. ഓക്കെ, നൗ കൈനറ്റിക് എനർജി റീബൗണ്ട് ചെയ്തിട്ടുണ്ട്, തട്ടി തെറിച്ച് വന്നിട്ടുണ്ട് അല്ലേ. കൈനറ്റിക് എനർജി റൈറ്റ് ഹിയർ, റീബൗൺസിങ് ബോൾ, റീബൗൺസിങ് ബോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, mg into 12. എത്ര പെർസെൻറ്റേജാണ് നഷ്ടപ്പെട്ടത്, 25. അപ്പോൾ ബാക്കി അവിടെ ഉള്ള എത്രയാണ്, 75/100. ഓക്കെ, 25% എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കി അവിടെ ഉള്ളത് എന്താണ്, 75 ആണ്. റൈറ്റ്, മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആണെങ്കിൽ. ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. എടോ, റീബൗൺസിങ് എന്ന് പറഞ്ഞാൽ എന്തൊരു ബോൾ എടുത്ത് നിലത്തിട്ടാൽ അത് അവിടെ തന്നെ നിൽക്കും. ഈ റബ്ബറിന്റെ ബോളിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് അവിടെ തട്ടിയിട്ട് ഒന്നും കൂടി പൊന്തില്ലേ, അതിനാണ് നമ്മൾ റീബൗണ്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ തട്ടിയിട്ട് തിരിച്ചു പൊന്തുമ്പോൾ അത് ആദ്യത്തെ അത്രയും ഹൈറ്റിൽ തന്നെ പൊന്തുവോ, ഇല്ല. കാരണം എന്താണ്, അതിന് എനർജി ലോസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് ഹൈറ്റിൽ റീബൗണ്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? സോ നമുക്ക് ഇനി ഇത് എന്ത് എഴുതാം, mg into 12 into 75/100 which is equal to mgh അല്ലേ. സോ ഈ mg ക്യാൻസൽ ആയി പോകുന്നു. സോ വാട്ട് യു വിൽ ഗെറ്റ്, 12 into 75 divided by 100 which is equal to h. ഇത് എത്രയാണ് വരിക, ഒന്ന് വേഗം ചെയ്തേ. ഇത് എത്രയാണ് വരിക, ഞാൻ പറഞ്ഞേ, ഹൈറ്റ് എത്ര മീറ്റർ വരും, വേഗം ചെയ്യടോ. 9 meter, very good, yes, 9 meter, that's it. Okay, so next again ഇതാണ്, state and explain the work done in the following situation. A person carrying heavy load and walks a level road, positive, negative or 0. ഹെവി ലോഡ് മുകളിലേക്ക് എടുത്തിട്ടുണ്ട്, അതായത് അപ്ലൈഡ് ഫോഴ്സ് മുകളിലേക്കാണ്. ആൻഡ് വാക്ക് ഓൺ എ ഹൊറിസോണ്ടൽ റോഡിലാണ് അപ്ലൈഡ് ഫോഴ്സ് മുകളിലേക്കാണ്, വിച്ച് മീൻസ് അത് 90 ഡിഗ്രി ആണ്, വർക്ക് ഡൺ 0 ആണ്. ദെൻ എ മാൻ സ്പെൻഡിങ് ഹിസ് എനർജി ബൈ പുഷിങ് എ കോൺക്രീറ്റ് വാൾ, ഒരു കോൺക്രീറ്റ് വാൾ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എനർജി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ, ഇല്ല, വിച്ച് മീൻസ് എനർജി എന്താണ്, 0 ആണ്. ഓക്കെ, നെക്സ്റ്റ്, എ കോൺസ്റ്റന്റ് ഫോഴ്സ് 200 Newton displaces a body through 5 meter in the direction of force. Find the work done on the body. വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. രണ്ടും അവിടെ ഉണ്ട്, ചെയ്തൂടെ, രണ്ടും അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്തൂടെ. രണ്ടും അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്തൂടെ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. നമ്മൾ പറഞ്ഞു തന്നെയാണ്, രണ്ട് കൊളൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, stick together and move together. Okay, set. Now the next, mechanical properties of solids. Mechanical properties of solids. തുടങ്ങിയാലോ. The Young's modulus of a rubber is, answer പറഞ്ഞേ, Young's modulus of rubber is greater than that of steel, less than that of steel, equal to that of steel. സ്റ്റീലിനേക്കാളും കൂടുതലാണോ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, യെസ്, ലെസ്. The modulus of elasticity is less than steel.
സോ ആൻസർ ബി ആണ്. കാരണം എന്താണ് നോട്ട് ചെയ്ത് വെച്ചോളൂ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് inversely proportional to strain. ഓക്കെ, ലെസ്. അതായത് നമുക്ക് ആദ്യം തോന്നും ചിലപ്പം സ്റ്റീലിന് കുറവാണെന്ന്, പക്ഷേ ഏതിനാണ് കൂടുതൽ? സ്റ്റീലിനാണ് കൂടുതൽ. കാരണം എന്താ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ്, for a small deformation the stress and strain are proportional to each other. This statement of which law? ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഏതാ ലോ? പാസ്കൽസ് ലോ, ന്യൂട്ടൺസ് ലോ, ഹൂക്സ് ലോ, സ്റ്റോക്സ് ലോ? വിച്ച് ഈസ് ദ ലോ? ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്താ പറയുന്നത്? ഹൂക്സ് ലോ എന്താണ് പറയുന്നത്? ഹൂക്സ് ലോ എന്താണ് പറയുന്നത്? പറയൂ. സ്ട്രെസ് is proportional to strain. Stress is proportional to strain. വെറും stress is proportional to strain ആണോ? Yes, within an elastic limit. Okay, yes, Hooke's law എന്തായാലും ചോദിക്കൂ കേട്ടോ. Then next, beam of different cross section shapes are given in the figure. ഇതിൽ ഏത്? എ എന്ന് പറഞ്ഞാണോ ബി എന്ന് പറഞ്ഞാണോ നമ്മൾ ബ്രിഡ്ജിന് യൂസ് ചെയ്യുക? എ എന്ന് പറഞ്ഞതാണോ ബി എന്ന് പറഞ്ഞതാണോ നമ്മൾ ബ്രിഡ്ജിന് യൂസ് ചെയ്യുക? ഞാൻ പറഞ്ഞേ യെസ്, ബി. വൈ? എന്തുകൊണ്ടാണ് ബി യൂസ് ചെയ്യുന്നത്? ബി ആണ് യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ് ബി യൂസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വൈ ദ ബീം ബി ഈസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്. പ്രിവെന്റ് ബക്ലിംഗ്. വെരി ഗുഡ്. പ്രിവെന്റ് ബക്ലിംഗ്. ബക്ലിങ്ങും സാഗ്ലിങ്ങും ഒക്കെ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. കാരണം ഹെവി ലോഡ് വരുമ്പോൾ അതെന്തായി പോവില്ല? ബ്രേക്ക് ആവില്ല. ഓക്കെ, ഹെവി ലോഡ് വരുമ്പോൾ ട്രാഫിക് ഒക്കെ ആയിട്ട് ഹെവി ലോഡ് വരുമ്പോൾ എന്താവില്ല? ബ്രേക്ക് ആവില്ല. സോ ടു പ്രിവെന്റ് buckling. Okay, next, the stress strain graph for എന്തായാലും ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടാവും കേട്ടോ. ഒന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതേ രീതിയിലൊരു ഗ്രാഫ് എന്തായാലും ഉണ്ടാകും. ഓക്കെ, so the stress strain graph for wires of two materials A and B are given below. സോ ആ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ളത് ബി, മുകളിൽ കൊടുത്തിട്ടുള്ളത് എ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ വിച്ച് മെറ്റീരിയൽ ഇസ് മോർ ഡക്റ്റൈൽ എന്നാണ് ചോദിച്ചത്. വിച്ച് മെറ്റീരിയൽ ഇസ് മോർ ഡക്റ്റൈൽ? ഏത് മെറ്റീരിയൽ ആണ് മോർ ഡക്റ്റൈൽ? ഇത് വരയ്ക്കാനുണ്ടായിരുന്നു മോഡലിന്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. അത് ഇതായിരിക്കും നമ്മളുടെ ഇലാസ്റ്റിക് ലിമിറ്റും ഡക്റ്റൈലിറ്റിയും ബ്രേക്കിംഗ് പോയിന്റ് ഒക്കെ കാണിക്കുന്നത് നമ്മളുടെ ഗ്രാഫാണ്. ഓക്കെ, ഇത് പറ. ഏത് മെറ്റീരിയൽ ആണ് കൂടുതൽ ഡക്റ്റൈൽ? ഇവിടെ സ്റ്റീലാന്ന് തന്നിട്ടില്ല, എയോ ബിയോ എന്നേ തന്നിട്ടുള്ളൂ. ഇത് കണ്ടാൽ തന്നെ അറിയാം കൂടുതൽ സ്ലോപ്പ് കിട്ടിയ ഏതിനാണ്? ബി, എക്കാണ്. So A is more ductile. Okay, A is more ductile. Okay. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്പ്രിംഗ് ബാലൻസ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി നമ്മൾ ഹാങ് ചെയ്തിടുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിലൊരു പ്രോപ്പർ മെഷർമെൻറ്റ് കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? കണ്ടിന്യൂസ്ലി നമ്മൾ ഹെവി ലോഡൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിലൊരു പ്രോപ്പർ മെഷർമെൻറ്റ്സ് കാണിക്കുന്നില്ല. പിന്നെ അത് കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് അല്ല കാണിക്കുന്നത്.
പിന്നെ അത് ഡക്റ്റൈൽ ബ്രിറ്റിൽ പോയിന്റ് കഴിയോ? സി, ഇവിടുന്ന് ഒരു പോയിന്റ് തൊട്ട് എവിടെ വരെ എന്തുണ്ടാകും? ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കും. അവിടെ തൊട്ടിട്ട് പിന്നെ എന്താണ്? അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. വിച്ച് മീൻസ് സ്ട്രെസ് ഇസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പം എന്താകും? അത് പ്ലാസ്റ്റിക് റീജിയൻ ആണ്. അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഡക്റ്റൈൽ അല്ലെങ്കിൽ അത് ബ്രിറ്റിൽ ആവുന്നത്, അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് ആവുന്നത്. അതായത് അതിന് തിരിച്ച് അതിൻ്റെ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ ചോദിച്ചതിൻ്റെ ആൻസർ പറ. കുറെ സ്പ്രിംഗ് ബാലൻസ് കുറെ ഹാങ് ചെയ്തിട്ടതിന് ശേഷം എന്തുകൊണ്ട് പ്രോപ്പർ മെഷർമെന്റ്സ് പിന്നെ നമുക്ക് കിട്ടുന്നില്ല? സ്ലോ റീഡിങ് ആവുന്നതിന്റെ കാരണം എന്താ? അറിയില്ല. ഓക്കെ, അതൊരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്പ്രിംഗ് ബാലൻസിൽ കുറേ നേരം നമ്മൾ കുറേ വെയിറ്റ് ഒക്കെ ഹാങ് ചെയ്തിട്ടതിന് ശേഷം പിന്നെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ മെഷർമെന്റ്സ് കിട്ടില്ല. കാരണം എന്താണ്? അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു കഴിയുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ സ്പ്രിംഗ് പോലത്തെ സാധനത്തിൽ നമുക്ക് കുറേ എപ്പോഴും വെയിറ്റ് ഹാങ് ചെയ്തിട്ടാൽ പിന്നെ അത് എപ്പോഴും പഴയ പോലെ ആവുമോ? ഇല്ല. വിച്ച് മീൻസ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെടുന്നു. അതിന് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ദ റീസൺ. നെക്സ്റ്റ്, Young's moduli of 3 materials are given in the below table. What do you mean by Young's modulus? Write the mathematical expression for it. എന്താണ് Young's modulus? What is the Young's modulus? ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. What is Young's modulus? പറയടോ, എന്താണ് Young's modulus? Longitudinal stress by strain. What is the equation? Delta L by delta T. No. Y is equal to FL by AL. Okay. Y is equal to FL by AL. എ എന്താണ്? ഏരിയ. ഓക്കെ, അത് ചിലപ്പോൾ നമുക്ക് വയറായിരിക്കും തരുന്നതെങ്കിൽ അതിൻ്റെ പൈ ആർ സ്ക്വയർ, അങ്ങനെ നമ്മൾ ഏരിയ മാറ്റിയെടുക്കണം. നെക്സ്റ്റ്, സെലക്ട് ദ മെറ്റീരിയൽ ഫ്രം ദ ടേബിൾ വിച്ച് ഷോസ് മോർ ഇലാസ്റ്റിസിറ്റി. ഏതാണ് മോർ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത്? ഏതാണ്? വിച്ച് വൺ? എക്സ്, വൈ ഓർ സെഡ്? ഏറ്റവും കൂടുതൽ ഏതിനാണ് അവിടെ? 200 ആണ്. വിച്ച് മീൻസ് ദിസ് ഇസ് മോർ ഇലാസ്റ്റിക്. ഓക്കെ, സെഡ്. പക്ഷേ ഇതിന് ചെറിയൊരു കോൺട്രാഡിക്ഷൻ ഉണ്ട് കേട്ടോ. ഡയമണ്ട് യങ്സ് മോഡുലസ് കൂടുതലുള്ളതാണ്, പക്ഷെ അതിന് ഇലാസ്റ്റിസിറ്റി ഉണ്ടോ? ഇല്ല. ഓക്കെ, ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഏതിനാണ്? യങ്സ് മോഡുലസിനാണ്. സോ ഇലാസ്റ്റിസിറ്റി ഈസ് ഓൾസോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ. Okay, a rigid body is a body with a perfectly unchanging shape under the influence of an external force. First question, what do you mean by the center of mass of a rigid body? What do you mean by the center of mass of a rigid body? Yes, rotation chapter ആണ്, പക്ഷേ you'll get a question like combine ചെയ്തിട്ട് ഒരു question കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല. എന്താണ് റൊട്ടേഷൻ? എന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ആ ബോഡിയുടെ ഹോൾ വെയിറ്റ് ഏത് സെന്ററിലാണോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, സെന്ററിലായിരിക്കുമല്ലോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെന്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി എന്ന് പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ്, ദാറ്റ് ഇസ് ആക്ച്വലി പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. എ റിജിഡ് ബീം ഓഫ് ലെങ്ത് എൽ, റിജിഡ് ബീം ഓഫ് ലെങ്ത് എൽ, breadth B and depth D is supported near its ends as shown in the figure. A load W is suspended at its center of mass. Write the expression for the amount of sagging. Write the expression for the amount of sagging. എന്തായിരുന്നു എക്സ്പ്രഷൻ? എന്തായിരുന്നു നമ്മളുടെ എക്സ്പ്രഷൻ? എക്സ്പ്രഷൻ sagging delta is equal to WL cube
by 4YB D cube. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം കേട്ടോ. Y എന്താണ്? യങ്സ് മോഡുലസ്. യെസ്, മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദ സെൻറ്റർ. അവിടെയാണ് ബോഡീൻ്റെ സപ്പോർട്ട് ഉണ്ടാവുന്നത്. WL ക്യൂബ് ബൈ 4YBD ക്യൂബ്. ഇത് സാഗിങ്ങിൻ്റെ ഇക്വേഷൻ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേറെ ഒന്നും ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. സാഗിങ്ങിൻ്റെ ഇക്വേഷൻ ആണ്, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. ചിലപ്പം ഇക്വേഷൻ ആയിട്ട് തന്നെ ചോദിക്കും. ക്ലിയർ ആണോ? വായിക്കോ? യാ, delta is equal to WL cube 4YBD cube. Okay, so the next. This is our last question and this is one of the important question. Okay, a steel wire of length 1.5 meter. Okay, ഒരു സ്റ്റീൽ വയർ തന്നിട്ടുണ്ട്. ഇതാണെന്ന് വിചാരിക്കുക, ഒരു സ്റ്റീൽ വയർ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ലെങ്ത് എത്രയാണ് പറഞ്ഞത്? 1.5 മീറ്റർ. 1.5 മീറ്റർ. ഇതാണ് അതിൻ്റെ ലെങ്ത് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ആൻഡ് ഡയമീറ്റർ 0.25. അതായത് ഇത്രയും ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 0.25. ഡയമീറ്റർ 0.25 സെൻറ്റിമീറ്റർ ഈസ് ലോഡഡ് വിത്ത് എ ഫോഴ്സ് ഓഫ് 98 ന്യൂട്ടൺ. അതായത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു 98 ന്യൂട്ടൺ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 98 ന്യൂട്ടൺ ലോഡ് ചെയ്തിട്ടുണ്ട്. ദ ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദ വയർ ഈസ് 1.5 × 10⁻⁻⁴. അതായത് ഇതെന്ത് ചെയ്തിട്ടുണ്ട്? ഇത് വെയിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതെന്ത് സംഭവിച്ചു? ഇതിനൊരു എക്സ്റ്റൻഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ഇതാണ് അതിന് നടന്ന എക്സ്റ്റൻഷൻ എന്ന് വിചാരിക്കാം. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്റ്റൻഷൻ. ഓക്കെ, സോ ഒരു എക്സ്റ്റൻഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 1.5 × 10⁻⁻⁴ മീറ്റർ ആണ്. Calculate the tensile stress and the fractional change in the length of the wire. Okay, calculate the tensile stress and the fractional change in length of the wire. Tensile stress കാണണം, പിന്നെ എന്താ കാണാൻ പറഞ്ഞത്? ഫ്രാക്ഷണൽ സ്ട്രെയിനും ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ വയറും ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് തന്ന ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് എഴുതാം. ഓക്കെ, വാട്ട് ആർ ദ ഡീറ്റെയിൽസ്? D is equal to 0.25 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിന് നമുക്ക് എന്താക്കണം? സോറി, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ, അത് മീറ്റർ ആണ് ആക്ച്വലി. ഓക്കെ, ദിസ് ഇസ് 0.25 meter. Okay, which is the length? No, which is the diameter. Diameter is equal to 0.25. Okay, 0.25 meter. Now the length എത്രയാണ്? Length is equal to 1.5 meter. അല്ലേ? ഇനി ചേഞ്ച് ഇൻ ലെങ്ത് ഒന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ എൽ is equal to 1.5 × 10⁻⁻⁴ എന്നും തന്നിട്ടുണ്ട്. വാട്ട് വി ഹാവ് ടു ഫൈൻഡ്? നമുക്ക് സ്ട്രെസ് കാണണം. ഫസ്റ്റിലെ നമുക്ക് സ്ട്രെസ് അല്ലേ കാണേണ്ടത്? അവിടെ ടെൻസൈൽ സ്ട്രെസ് ആണ് കാണേണ്ടത്. സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു 98 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഏരിയ അറിയില്ല. ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു വയറാണ്. വയറിൻ്റെ ഏരിയ ഇസ് ഈക്വൽ ടു πr². ആറ് നമുക്കറിയോ? ഇല്ല. പക്ഷെ ഡി നമുക്കറിയാം. ഡി കിട്ടിയാൽ ആറ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? D/2 ചെയ്താൽ മതി അല്ലേ? ഡി എത്രയാണ്? ഡി ഈസ് 0.25. സോ ഹൗ വി ക്യാൻ ഡു? πr² ഒരുമിച്ച് ചെയ്യാം. 3.14 ×
0.25 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. എത്ര കിട്ടുന്നത് നോക്കിയേ, ഏരിയ എത്ര കിട്ടിയത്? 0.125 അല്ല, 0.125 അല്ല, ആൻസർ 3.14 ഇൻറ്റു 0.25 ബൈ 2 ഹോൾ സ്ക്വയർ. ഒരു 0.049 വരാൻ മതി. ഓക്കെ, യെസ്, ദാറ്റ്സ് ഗുഡ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു 0.049 മീറ്റർ സ്ക്വയർ. ഏരിയ ആണ്, അതുകൊണ്ട് മീറ്റർ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? ഇനി നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ കണ്ടുകൂടെ? ഈസി ആയിട്ട് കണ്ടുകൂടെ? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എത്രയാണ്? 98 ബൈ 0.049. എത്ര കിട്ടും നോക്കിയേ. നിഖിൽ, ഹായ് മിസ്. നിഖിൽ എവിടെ പോയായിരുന്നു? 2000. വെരി ഗുഡ്. 2000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ സ്ട്രെസ് കിട്ടി. ഫസ്റ്റിലെ കണ്ടു, റോമിയ ജേക്കബ്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ സ്ട്രെസ് കണ്ടുപിടിച്ചു. ഇനി കണ്ടത് എന്താണ്? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് കണ്ടത്. യൂണിറ്റ് ഇടാൻ എപ്പോഴും മറക്കും. യൂണിറ്റ് ഇടാൻ മറക്കരുത്. യൂണിറ്റ് അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ബൈഹാർട്ട് ചെയ്ത് ഓർത്ത് വെക്കേണ്ട. പക്ഷെ അത് നിങ്ങൾക്ക് ശീലമില്ലായിട്ടാണ്, ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. പക്ഷേ യൂണിറ്റ് ഇടാതെ ഇരുന്നാൽ നിങ്ങൾക്ക് മാർക്ക് കുറയും. നെക്സ്റ്റ് എന്താ കണ്ടത്? ഫ്രാക്ഷണൽ ചേഞ്ച് ആണ് കണ്ടത്. ഫ്രാക്ഷണൽ ചേഞ്ച് എങ്ങനെ കാണാം? നോക്കിക്കേ, ഫ്രാക്ഷണൽ ചേഞ്ച് ഐ വിൽ ഡു ഹിയർ. ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറയുന്നത് സ്ട്രെയിൻ തന്നെയല്ലേ? അതായത് ഡെൽറ്റ എൽ ബൈ എൽ ആണ് എന്ത് ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ എൽ എത്രയാണ്? 1.5 ഇൻറ്റു 10⁻⁻⁴ ഡിവൈഡഡ് ബൈ 1.5. 1.5 ഗെറ്റ് ക്യാൻസൽ. ബാക്കി എന്തുണ്ടാകും? 10⁻⁻⁴. ഓക്കെ, ക്ലിയർ? സോ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സ് നോക്കാതെ കവർ ചെയ്യാതെ നിങ്ങൾ പോകരുത്. അപ്പോൾ ഇനി നിങ്ങൾ ബാക്കി ഈ ടോപ്പിക്സ് നോക്കുക. ബാക്കിയുള്ളത് എന്താണ്? ബാക്കി ക്ലാസ് നാളെ വരുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.